നമസ്കാരം. പുതിയ സഹസ്രാബ്ദം പുലരാൻ പോവുകയാണ്. 20-ാം നൂറ്റാണ്ടിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് ലോകം മുഴുവൻ കടക്കുന്ന ആ സമയത്ത് റൊമേനിയയിൽ കറ്റീഡ ആർഗസ് എന്ന ആ ചെറുപട്ടണത്തിൽ രണ്ട് സഹോദരിമാരും മൂത്ത സഹോദരിയുടെ ഭർത്താവും അവിടെ ആ നഗരത്തിൽ നിന്ന് ഉയരുന്ന പ്രകാശം ശരിക്കും ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. ആ വീട്ടിൽ ആ രണ്ട് പെൺകുട്ടികളും ആ ചെറുപ്പക്കാരനും വല്ലാത്ത കൗതുകത്തോടുകൂടി റോഡിലൂടെ കടന്നു പോകുന്ന പാർട്ടികളുടെ ബാൻഡ് മേളങ്ങളും മറ്റുമൊക്കെ ശ്രദ്ധിച്ചങ്ങനെ നിൽക്കുകയാണ്. ഉറക്കം വന്നപ്പോൾ അവരവരുടെ മുറികളിലേക്ക് മടങ്ങി. ആ പെൺകുട്ടികൾ മൂത്തയാളുടെ പേര് ലോണ എന്നാണ്. ലോണയുടെ ഹസ്ബൻഡാണ് ആഡ്രിയൻ. ആഡ്രിയനും ലോണയും അവരുടെ മുറിയിലേക്ക് മടങ്ങിയതും അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് നദിയ അവളുടെ മുറിയിലേക്ക് മടങ്ങി. പുതിയ ഒരു യുഗം ഇതാ ആരംഭിക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കിടന്ന നദിയ പെട്ടെന്നാണ് ഉറക്കത്തിലേക്ക് വഴുതി വീണത്. എപ്പോഴും അവൾ ഒരു അലർച്ചയുടെ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. അവള് വെടിന്ന് ചാടി ഇറങ്ങി വാതിൽ തുറന്ന് പുറത്തോട്ട് വന്നു. അലർച്ച കേൾക്കുന്നത് അവളുടെ ചേച്ചി ലോണയുടെ മുറിയിൽ നിന്നാണ്. അത് മനസ്സിലായതും നദിയ ഓടി ലോണയുടെ മുറിയുടെ അടുത്തെത്തി ആ വാതിൽ ആഞ്ഞു തട്ടി. ലോണ ലോണ! അവള് 2-3 തവണ ആഞ്ഞു തട്ടിയിട്ടും അകത്തുനിന്നുള്ള ശബ്ദം നിലയ്ക്കുന്നില്ല. അകത്തുനിന്ന് മറുപടി കിട്ടാതെ വന്നതും അവൾ ഉടൻ ലോണയുടെ ഹസ്ബൻഡിനെ വിളിച്ചു. ആഡ്രിയൻ 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 എന്ന് നദിയ വിളിച്ചതും ആഡ്രിയൻ അവിടേക്ക് ഓടി വന്നു. നദിയ എന്താ എന്താ? നദിയ ആഡ്രിയനോട് ചോദിച്ചു, ആഡ്രിയൻ നിങ്ങളോട് പോയിരുന്നു? ഞാന് സിഗരറ്റ് വലിക്കാനായി പുറത്തോട്ട് ഇറങ്ങിയതാണ്. ആഡ്രിയൻ, അകത്ത് ലോണ ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആഡ്രിയൻ ആ വാതിൽ ആഞ്ഞു തള്ളി. വാതിൽ തുറക്കുന്നില്ല. അത് കണ്ടതും നദിയും കൂടി വാതിൽ കൈവച്ചു. നദിയും ആഡ്രിയനും ആഞ്ഞ് 2 പ്രാവശ്യം തള്ളിയപ്പോ വാതിലൊന്ന് തുറന്നു. അവർ രണ്ടുപേരും ഉടൻ തന്നെ അകത്തേക്ക് ഓടിക്കേറി. അവർ ഓടിക്കേറുമ്പോ അവിടെ കട്ടിലിൽ ലോണ അവളുടെ കാൽമുട്ടിലേക്ക് തല താഴ്ത്തി വെച്ച് 2 കൈ കൊണ്ട് കാൽമുട്ടിൽ പിടിച്ച് ഇരിക്കുന്ന അവളുടെ ബോഡി വിറയ്ക്കുന്നുണ്ട്. അത് കണ്ട നദിയ ഓടി ലോണയുടെ അടുത്തെത്തി ലോണ പുറത്ത് പിടിച്ച് കുലിക്കാണ്. ലോണ എന്താ 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 പറ്റിയ? നദിയുടെ ശബ്ദം കേട്ടതും ലോണ തല ഉയർത്തി അവളെ നോക്കി. അപ്പോഴാണ് ലോണ ആഡ്രിയനെ കാണുന്നത്. അവൾ ഉടക്കെ ആഡ്രിയൻ എന്ന് വിളിച്ചു. ആഡ്രിയൻ ഉടനെ അവളുടെ അടുത്തേക്ക് ഇരുന്നു. ലോണ എന്താ എന്താ പറ്റിയേ? ഞാന് ഇവിടെ ഒരാളെ കണ്ടു. എവിടെ? ഈ ബെഡിലോ? നീ എന്തായി പറയുന്നത്? ഇടയ്ക്ക് ഞാനൊന്ന് ഉണർന്നായിരുന്നു. ഉണർന്നപ്പോ കിടക്കയില് ആഡ്രിയനെ കണ്ടില്ല. ആഡ്രിയൻ എവിടെ പോയെന്ന് അറിയാനായി ഞാൻ ബെഡിൽ നിന്ന് എണീക്കാൻ പോയപ്പോഴാണ് എന്റെ വലത് ഭാഗത്ത് ഒരാൾ കിടക്കുന്നത് കണ്ടത്. ഞാൻ അലറി വിളിക്കുമ്പോഴേക്കും ആ ആള് അവിടെ എണീറ്റ് അപ്രത്യക്ഷമായി. ഈ രാത്രിയിൽ ഈ മുറിയിൽ ആര് വരാനാ? നദിയ ചോദിച്ച ചോദ്യം തന്നെ ആഡ്രിയൻ ചോദിക്കുകയാണ്. ലോണ, നീ രാത്രി പല കാര്യങ്ങളും ആലോചിച്ച് കിടന്നപ്പോ അറിയാതെ സ്വപ്നം കണ്ടതായിരിക്കും. ഏതായാലും ആ രാത്രി ലോണ ഉറങ്ങാൻ വിസമ്മതിച്ചു. അതുകൊണ്ട് തന്നെ ലോണയ്ക്കൊപ്പം നദിയും അവിടെ കഴിച്ചു കൂട്ടുകയായിരുന്നു. നേരെ പുലരാറായപ്പോ ആഡ്രിയൻ അവരോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ഒന്നിച്ചിരിക്കുക, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, എനിക്ക് രാവിലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാ ദിവസവും നേരം വെളുക്കും മുമ്പ് തന്നെ ആഡ്രിയന് അവിടുന്ന് പുറപ്പെട്ടാൽ മാത്രമേ അയാളുടെ ജോലി സ്ഥലത്ത് സമയത്ത് എത്താൻ പറ്റൂ. ആളൊരു ആർക്കിടെക്റ്റാണ്. ആഡ്രിയനാണ് സെനോ ആർക്കിടെക്റ്റിന്റെ പ്രധാന ആർക്കിടെക്റ്റ്. നല്ല തിരക്കുള്ള വ്യക്തിയാണ് ആഡ്രിയൻ. ആഡ്രിയൻ പോയി കഴിഞ്ഞപ്പോൾ നദിയ ലോണോട് തിരക്കി, ലോണ ശരിക്കും എന്താ സംഭവിച്ചത്? നദിയ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളെ കണ്ടു. ലോണ, നീ ആളെ അവിടെ കണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളും ആളെ കാണണ്ടേ? നദിയ ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് ലോണയ്ക്കും അറിയാം. അവൾ പക്ഷെ ഒരാളെ കണ്ടു എന്നുള്ള കാര്യത്തിൽ അവൾക്ക് സംശയമൊന്നുമില്ല. പക്ഷെ ആ ആള് എങ്ങനെയോ അപ്രത്യക്ഷമായി. അതെങ്ങനെ എന്നുള്ളതാണ് ലോണയെ അലട്ടുന്ന വിഷയം. ലോണ നദിയോട് പറഞ്ഞു, നദിയ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകഞ്ഞിട്ടല്ല ഞാൻ നിന്നോട് പറയുന്നത്. പക്ഷേ എനിക്കൊരു ഉറപ്പ് ഫീൽ ചെയ്യുന്നു, ഞാൻ കണ്ടുവന്നു. എന്തായാലും നദിയ പിന്നീട് ആ വിഷയം കൂടുതൽ സംസാരിക്കാതിരിക്കാൻ ബോധപൂർവ്വം ഒരു ശ്രമം നടത്തി തന്നെ പറയാം. ഈ കഴിഞ്ഞ കുറെ നാളുകളായി ലോണയ്ക്ക് ഈ ഒരു വിഷയമുള്ള കാര്യം നദിക്ക് അറിയാം. പല കാര്യങ്ങളും ഇല്ലാത്തത് ലോണ കാണുന്നുണ്ട്. അവള് ചിലപ്പോഴൊക്കെ ഈ വവ്വാല് ചിറടിക്കുന്ന ശബ്ദം കേൾക്കാറുണ്ട്. ഏതോ ഒരു ദിവസം ഒരു വവ്വാല് പറന്നു പോകുന്നവള് കണ്ടു എന്നും പറഞ്ഞു. ആഡ്രിയനും നദിയും കൂടി അന്ന് ആ വീട് അരിച്ചു പറക്കിയതാണ്. നദിയ അന്ന് കിച്ചണിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവളുടെ മനസ്സിലോട്ട് കടന്നു വന്നതും ആ ഒരു കാര്യമാണ്. അവളുടെ കൂടപ്പുറപ്പ് ലോണ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ അവശേഷിക്കുന്ന ഏക ബന്ധുവാണെന്ന് പറയാം. അവൾക്കൊരു അകന്ന കസിനുണ്ട്, അത് ക്രിസ്റ്റിയാണ് ലോണയ്ക്ക് പുറമെ പിന്നീട് നദിക്കുള്ള ഏക കമ്പനി എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് ലോണയുടെ ഹസ്ബൻഡ് ആഡ്രിയൻ കടന്നു വന്നിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. ഇപ്പൊ അവർക്കൊരു ബന്ധം കൂടി ആയെന്ന് പറയാം. ഒറ്റപ്പെട്ട ജീവിതമാണ് ലോണയുടെയും നദിയുടെയും. അതുകൊണ്ട് തന്നെ നദിക്ക് ലോണയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. ലോണയ്ക്ക് എന്തെങ്കിലും ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ
അത് കൊടുക്കണം. അക്കാര്യം ആഡ്രിയനോട് പറഞ്ഞപ്പോൾ ആഡ്രിയനും സമ്മതിച്ചിരിക്കുകയാണ്. ലോണയ്ക്കൊരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ച് ഭേദമാക്കണം എന്ന് തന്നെയാണ് ആഡ്രിയന്റെ അഭിപ്രായം. പക്ഷെ പ്രശ്നം മറ്റൊന്നാണ്. ആഡ്രിയൻ എത്തുമ്പോൾ മിക്കവാറും ഒത്തിരി വൈകും. ആഡ്രിയന്റെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് ഒത്തിരി ദൂരെയാണ്. അവിടെ നിന്ന് വാഹനം ഓടിച്ച് ആഡ്രിയൻ എത്തിയതിനു ശേഷമേ അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റും. അതിന് ആഡ്രിയന് അവധി വല്ലതും കിട്ടണം. അപ്പോഴാണ് നദിയുടെ മനസ്സിൽ പെട്ടെന്ന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഇന്ന് അവരുടെ കസിൻ ക്രിസ്റ്റി എത്തും. ക്രിസ്റ്റി നേരത്തെ നദിക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തിരുന്നു. പുതിയ യുഗം പിറക്കുമ്പോൾ ഞാൻ നിന്റെ വീട്ടിലുണ്ടാകുമെന്നാണ് അന്ന് ക്രിസ്റ്റി പറഞ്ഞ വാക്ക്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നദിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ക്രിസ്റ്റിയും നദിയും ലോണയും ഒന്നിച്ച് കളിച്ചു വളർന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റി എത്താൻ വേണ്ടി നദിയ ശരിക്കും ആവേശത്തോടെ കാത്തിരിക്കുമ്പോൾ അവൾ ആ ബെല്ല് കേട്ടു. അവള് ഓടി പുറത്തേക്ക് വരുമ്പോൾ സാക്ഷാൽ ക്രിസ്റ്റി അവിടെ എത്തിക്കഴിഞ്ഞു. ക്രിസ്റ്റിയെ കണ്ടതും നദിയ ഓടി ചെന്ന് ക്രിസ്റ്റിയെ കെട്ടിപ്പിടിക്കുകയാണ്. ശബ്ദം കേട്ട് ലോണയെ ഓടിയെത്തി. ലോണയെ ഓടി വന്ന് ക്രിസ്റ്റിയെ കെട്ടിപ്പിടിച്ചു. ക്രിസ്റ്റി ലോണയോട് ചോദിച്ചു, അല്ല ആഡ്രിയൻ അവിടെ പോയി? ആഡ്രിയൻ ഇന്ന് വർക്കുണ്ട്. ഇന്ന് ന്യൂ ഇയർ അല്ലേ? ന്യൂ ഇയറിൽ ഇവിടെ റൊമേനിയയിൽ എവിടെയാ വർക്കിരിക്കുന്നത്? ആഡ്രിയന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനുണ്ട്. ആഡ്രിയൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ ഉടൻ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോണ, നിന്റെ വിവാഹത്തിന് അന്ന് ഞാൻ ആഡ്രിയനെ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടേ ഇല്ല. ക്രിസ്റ്റി, നീ എന്തിനാ വിഷമിക്കുന്നത്? വൈകുന്നേരം ആവുമ്പോ ആഡ്രിയൻ എത്തുമല്ലോ. ലോണയ്ക്ക് ആഡ്രിയനെ കുറിച്ച് പറയാൻ 100 നാവാണ്. എന്തായാലും ആ മൂവർ സംഘം ആ ദിവസം ഒന്നിച്ച് കിച്ചണിലേക്ക് കയറുകയും ആഹാരം പ്രിപ്പയർ ചെയ്യുകയും ഈ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ലോണ അവിടെ മുറിയിലേക്ക് പോയപ്പോൾ നദിയ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, ഒരു വിഷയമുണ്ട്. എന്താ നദിയ? ലോണയ്ക്ക് ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അങ്ങനെ ക്രിസ്റ്റി ചോദിച്ചതും അവള് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ലോണ രാത്രി ശബ്ദമുണ്ടാക്കുന്നതും ആ ശബ്ദം കേട്ട് നദിയ ചെല്ലുമ്പോൾ അവള് ഒരാളെ കിടക്കയിൽ കണ്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നദിയ ക്രിസ്റ്റിയോട് പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ക്രിസ്റ്റി നദിയോട് പറഞ്ഞു, നദിയ, അവളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്താലോ? ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. എന്തായാലും അന്ന് ഉച്ച കഴിഞ്ഞപ്പോ ആ മൂവർ സംഘം ക്രിസ്റ്റിയുടെ വാഹനത്തിൽ ടൗണിലേക്ക് ഇറങ്ങി. 2000 പുലർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആഘോഷ പരിപാടികൾ ആ എൻറ്റയർ നഗരത്തിൽ ഇപ്പൊ കാണാം. 2000-ത്തെ വല്ലാത്തൊരു ആഘോഷത്തോടെ ആവേശത്തോടു കൂടിയാണ് റൊമേനിയക്കാർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ടൗണിലൊക്കെ കറങ്ങിന് ശേഷം ആ മൂവർ സംഘം വീട്ടിൽ മടങ്ങിയെത്തി. അല്പസമയം കഴിയുമ്പോൾ തന്നെ ആഡ്രിയൻ എത്തി. ആഡ്രിയനെ കണ്ടതും ക്രിസ്റ്റി ആഡ്രിയന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ക്രിസ്റ്റി, നിന്നെ കുറിച്ച് രണ്ടുപേരും ഒരുപാട് പറയാറുണ്ട്. ക്രിസ്റ്റി, നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോറി കേട്ടോ, എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞാനാണേ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ചീഫ് ആർക്കിടെക്ട്. പല സ്ഥലത്തും കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയുക. പിന്നെ ഉടനെ അവിടെ ചെല്ലണം, അത് തിരുത്തണം. ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താനുള്ള പ്രശ്നം ഇതാണ്. ആഡ്രിയന്റെ ആ അവസ്ഥ ക്രിസ്റ്റിക്ക് മനസ്സിലാകും. ക്രിസ്റ്റി ഒരു സിംഗറാണ്, ഒരു പ്രധാനപ്പെട്ട ബാൻഡിന്റെ പ്രധാന സിംഗറാണ്. ക്രിസ്റ്റി ആ ബാൻഡിന്റെ ഏതെങ്കിലും പ്രോഗ്രാമിന് ചെല്ലാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് ക്രിസ്റ്റിക്ക് നല്ല ധാരണയാണ്. അന്ന് ആഹാരമൊക്കെ കഴിച്ച് ഒത്തിരി നേരം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് എല്ലാവരും അവരുടെ മുറികളിലേക്ക് മടങ്ങിയത്. ഏകദേശം രാത്രി ഒരു 3 മണിയായപ്പോൾ ശബ്ദം കേട്ട് ക്രിസ്റ്റി ഉണർന്നു. ക്രിസ്റ്റി പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ നദിയുടെ മുറിയിൽ വെട്ടം വീണ് കഴിഞ്ഞു. ക്രിസ്റ്റി നടന്ന് നദിയുടെ മുറിയുടെ അടുത്തെത്തുമ്പോഴേക്കും നദിയും മുറി തുറന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു. നദിയെ പുറത്തിറങ്ങിയതും നദിയെ ക്രിസ്റ്റി കണ്ടു. നദി ക്രിസ്റ്റിയോട് പറഞ്ഞു, ലോണയുടെ മുറിയിലായിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ വേഗം ലോണയുടെ മുറിയുടെ അടുത്തേക്ക് ഓടിയെത്തി ആ വാതിൽ തട്ടി വിളിച്ചു, ലോണ, ലോണ. അല്പസമയം കഴിഞ്ഞിട്ടാണ് ആ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടത്. അകത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. മുറി തുറന്നത് ആഡ്രിയനാണ്. ആഡ്രിയൻ, ഒരു വലിയ ശബ്ദം ഇതിനകത്തുനിന്ന് കേട്ടു. അത് കേട്ടതും ആഡ്രിയൻ പറഞ്ഞു, അതെ അതെ, ആ ശബ്ദം കേട്ട ഞാനും ഉണർന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആഡ്രിയൻ തിരിഞ്ഞിടക്കുമ്പോൾ നദിയും ക്രിസ്റ്റിയും അയാൾക്കൊപ്പം മുറിക്കുള്ളിലേക്ക് കയറി. അവിടെ ആ മുറിയിൽ ബെഡിൽ കാലിൽ മുഖം കുനിച്ചു വെച്ചുകൊണ്ട് ലോണ 2 കൈയും കൊണ്ട് മുട്ടിൽ പിടിച്ചിട്ടുണ്ട്. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ട്. ഓടിയെത്തിയ നദിയ അവിടെ പുറത്തൂടി തലോടി പതുക്കെ തട്ടി അവളോട് പറഞ്ഞു, ലോണ, ഒന്നുമില്ല. അവസാനം ലോണ കണ്ണു തുറന്നു. ഈ സമയത്ത് ലോണയുടെ പുറത്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന ആഡ്രിയനെ ഒന്ന് നോക്കി ലോണ പറഞ്ഞു, ആഡ്രിയൻ, സോറി. ലോണ, നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്? നീ ഒരു സ്വപ്നം കണ്ടു, ഞെട്ടി ഉണർന്നു, അലറി വിളിച്ചു. ആഡ്രിയൻ അങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് ആ മുറിയിൽ മഞ്ഞുരുകിയതുപോലെയായി. നദിയ ലോണയോട് ചോദിച്ചു, ലോണ, ഇന്ന് എന്താ കണ്ടത്? ലോണയ്ക്ക് അത് നദിയോട് പറയണമോ വേണ്ടയോ എന്നൊരു സംശയം. അതുകൊണ്ട് അവള് നദിയോട് പറഞ്ഞു, ഒന്നുമില്ല, നിങ്ങൾ പൊയ്ക്കോ. അങ്ങനെ ലോണ തീർത്ത് പറഞ്ഞതും ക്രിസ്റ്റിയും നദിയും ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അവര് രണ്ടുപേരും നദിയുടെ മുറിയുടെ അടുത്തേക്ക് നടന്നെത്തി. നദിയുടെ മുറിയുടെ വാതിൽക്കൽ അവരങ്ങനെ നിൽക്കുമ്പോൾ
അവിടെ അഡ്രിയൻ മുറിയുടെ വാതിലടയ്ക്കുന്ന ശബ്ദം അവർ കേട്ടു. നദിയ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, ഇതാണ് അവസ്ഥ. മിക്കവാറും രാത്രിയിൽ ലോണ ഞെട്ടി ഉണർന്ന് ഇതുപോലെ കരയും. നദിയ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടു നിൽക്കുകയാണ് ക്രിസ്റ്റി. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ക്രിസ്റ്റി നദിയോട് പറഞ്ഞു, നദിയ, ഒരു തവണ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതൊരു സ്വപ്നം കണ്ടിട്ടാണെന്ന് നമുക്ക് വിചാരിക്കാം. ഇതിപ്പോ തുടർച്ചയായി സംഭവിക്കല്ലേ? അവളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റൽ ഇവിടെ അടുത്തുണ്ട്. നമുക്ക് ആ ഹോസ്പിറ്റലിൽ ഒരു പോകാം. അവിടുത്തെ സൈക്കാട്രിസ്റ്റ് എൻ്റെ ഒരു പഴയ ചങ്ങാതിയാണ്. ഇപ്പൊ സമയം ഏകദേശം 3-3:30 മണി ആയിട്ടുണ്ട്. എന്തായാലും നേരം പുലർന്നു ഏകദേശം ഒരു 8 മണി ആകാറായപ്പോഴാണ് ശരിക്കും ക്രിസ്റ്റി ഉറക്കം ഉണർന്നു തന്നെ. അവന് ഡൈനിങ് റൂമിൽ എത്തുമ്പോൾ അവിടെ ടേബിളിന്റെ അടുത്തിരിക്കുകയാണ് ലോണ. അവൻ ലോണയുടെ അടുത്ത് വന്നിരുന്നു. ഏയ് ലോണ, നീ രാവിലെ എണീറ്റോ? ആ ക്രിസ്റ്റി, ഞാൻ ഇപ്പൊ എണീറ്റതേ ഉള്ളൂ. ആഡ്രിയൻ രാവിലെ പോയായിരുന്നു. ലോണ, ഇന്ന് ജനുവരി 2 അല്ലേ? ഇന്ന് എന്ത് ജോലിയാ ഉള്ളത്? ആഡ്രിയൻ ഇന്നലെ പറഞ്ഞില്ലേ, ആഡ്രിയൻ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി നിൽക്കുകയാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ മാർച്ച് 31-നകത്ത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് മെനക്കെട്ട് പണിയെടുക്കുന്നത്. അങ്ങനെ ലോണ് പറയുമ്പോഴേക്കും നദിയ അവിടേക്ക് എത്തി. നദിയ ഒരു പ്ലേറ്റിൽ കോഫിയുമായിട്ടാണ് വന്നത്. 3 കോഫി അവിടെ എടുത്തു വെച്ചതും അവർ 3 പേരും കോഫി കുടിച്ചു തുടങ്ങി. ആ സമയത്ത് നദിയ ലോണോട് ചോദിച്ചു, ലോണ, നീ ഇന്നലെ എന്താ യഥാർത്ഥത്തിൽ കണ്ടത്? നദിയ, ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നദിയോട് നീ പറയണ്ട, എന്നോട് പറ. ക്രിസ്റ്റി, രാത്രി എങ്ങനെയോ ഞാൻ ഉറക്കം ഉണർന്നു. അപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത്. ഒരാള് ഞങ്ങളുടെ മുറിയിൽ നിന്ന് ജനാലെ കൂടി പുറത്തേക്ക് ചാടുന്നതാണ് ഞാൻ കണ്ടത്. അത് കേട്ടതും ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് ലോണോട് ചോദിച്ചു, ലോണ, ഇനി വല്ല പെമ്പിളരുമാണോ അത്? ആഡ്രിയൻ, നീ ഉറങ്ങി കിടക്കുമോ വല്ല പെമ്പിളരെ അവിടെ കൊണ്ടുവരുന്നുണ്ടോ? നീ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. പെണ്ണെന്നുമല്ല, ഞാൻ കണ്ടത് ഒരു പുരുഷനെ തന്നെയാണ്. ലോണ, ആഡ്രിയൻ മുറിയിലുള്ളപ്പോൾ വേറെ പുരുഷനെ നീ വിളിച്ചു വരുത്തുന്നാണോ പറയുന്നത്? നദിയ, ആവശ്യമില്ലാത്ത പറയരുത്. ഞാൻ കണ്ട കാര്യം പറഞ്ഞതാണ്. ഒരാള് കോട്ടൊക്കെ ഇട്ടിട്ട് ആ ഫ്രഞ്ച് വിൻഡോ കൂടി പുറത്തേക്ക് ചാടി. അത് കേട്ടതും ക്രിസ്റ്റി ലോണയോട് ചോദിച്ചു, ലോണ, നീ ഈ കണ്ട കാഴ്ച ആഡ്രിയൻ കണ്ടില്ലേ? ഞാൻ ആഡ്രിയനോട് ചോദിക്കുമ്പോൾ ആഡ്രിയൻ അതൊന്നും കണ്ടിട്ടില്ല. നിനക്ക് ആഡ്രിയൻ അറിയാമല്ലോ, ആഡ്രിയൻ ശരിക്കും വർക്കഹോളിക്കാണ്. പകല് മുഴുവൻ പണിയെടുത്ത് തളർന്ന വരുന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ആഡ്രിയനെ ഞാൻ കുലുക്കി ഉണർത്തിയാലേ ആഡ്രിയൻ ഉണരത്തുള്ളൂ. ആഡ്രിയൻ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് ലോണ ഈ സ്വപ്നങ്ങളൊക്കെ കാണുന്നത്. അതുകൊണ്ട് ആഡ്രിയന് ലോണ കണ്ട കാര്യം കാണാനും പറ്റില്ല. ക്രിസ്റ്റിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ക്രിസ്റ്റി ലോണയുടെ കഴുത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ടതും ലോണ ചോദിച്ചു, എന്താ ക്രിസ്റ്റി? അല്ല, നിന്റെ കഴുത്ത് മുറിഞ്ഞിരിപ്പുണ്ടല്ലോ. അത് കുറെ നാളുകളായി എന്നെ കൊതുക് ഓടിച്ചിട്ട് കടിക്കുകയാണ്. അത് കേട്ടത് നദിയ പറഞ്ഞു, ഞാൻ ലോണയോട് പറഞ്ഞതാണ് നല്ല കൊതുകുതിരി വാങ്ങിച്ചു വെക്കാൻ. അപ്പൊ അവൾക്ക് കൊതുകുതിരി വേണ്ട പോലും. എന്തായാലും ആ സംഭാഷണം അങ്ങനെ അവിടെ എങ്ങനെ അവസാനിച്ചു. അന്ന് ക്രിസ്റ്റിയെ ആ വീടിന്റെ മുൻവശത്തുള്ള പൂന്തോട്ടത്തിൽ നിൽക്കുമ്പോൾ ലോണ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് വന്നു. ക്രിസ്റ്റി, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ലോണ, നീ എന്താ ചോദിക്കുന്നത്? അല്ല ക്രിസ്റ്റി, ഞാൻ മാത്രം ഈ സ്വപ്നം കാണുകയും അലറി വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നുന്നു. ഇടയ്ക്ക് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് കൊണ്ടാണ് പല കാഴ്ചകളും കാണുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ആഡ്രിയൻ നല്ല സുഖനിദ്രയിലല്ലേ? ആഡ്രിയൻ കാണാത്ത കാഴ്ചകൾ ഞാൻ മാത്രം കാണുമ്പോൾ അത് എന്തൊരു വിഷയമല്ലേ? അങ്ങനെ ലോണ പറഞ്ഞതും ക്രിസ്റ്റി ലോണയോട് പറഞ്ഞു, പിന്നെന്താ, നമുക്ക് ഡോക്ടറെ കാണാം. എന്തായാലും അന്ന് ലോണയും ക്രിസ്റ്റിയും നദിയും കൂടി ഉച്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലെത്തി. അമോർ സംഘം ഹോസ്പിറ്റലിനകത്തേക്ക് കടന്നു. അവിടെ അലക്സി ഷോളഹോവിനെ അവർ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഷോളഹോവ് ലോണയെ പരിശോധിച്ചു. ആ പരിശോധന പൂർത്തീകരിച്ചു കഴിഞ്ഞതും ലോണയോടും നദിയോടും മുറിക്ക് പുറത്തിറങ്ങിയിരിക്കാൻ പറഞ്ഞതിന് ശേഷം ക്രിസ്റ്റിയോടായി അലക്സി പറഞ്ഞു, ക്രിസ്റ്റി, ലോണയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഡോക്ടർ, എന്താ പ്രശ്നം? അവൾക്ക് സിക്സോഫ്രീനിയയുടെ ആരംഭമാണെന്ന് ഒരു സംശയം എനിക്കുണ്ട്. കൺഫേം ആക്കിയിട്ടില്ല, പക്ഷെ അത് വളർന്നു വന്നാൽ അത് അവളെ ബാധിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ ഒരു ടാബ്ലറ്റ് നൽകും. എന്തായാലും അന്നത്തെ ദിവസം അവരവിടെ നിന്ന് മടങ്ങുമ്പോൾ ലോണയോട് വാഹനത്തിൽ വെച്ച് ക്രിസ്റ്റി പറയുകയും ചെയ്തു, ലോണ, ഡോക്ടർ ചില ഗുളികകളൂടെ നൽകിയിട്ടുണ്ട്. ഈ ഗുളിക കഴിക്കുന്നതോടുകൂടി നിന്റെ ഈ രാത്രിയുള്ള ആ ഞെട്ടി ഉണരലും അനാവശ്യ കാര്യങ്ങൾ കാണുന്നതൊക്കെ മാറും. അങ്ങനെ ക്രിസ്റ്റി ആശ്വസിപ്പിച്ചപ്പോൾ ലോണയ്ക്ക് സന്തോഷമായി. എന്തായാലും അന്ന് അവര് ഒത്തിരി നഗരത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷം സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് മടങ്ങിയെത്തിയത്. അവരെത്തി അല്പസമയം കഴിയുമ്പോൾ തന്നെ അഡ്രിയാനും എത്തി. അന്ന് രാത്രി അവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലോണയും അഡ്രിയാനും ക്രിസ്റ്റിയും നദിയും കൂടി അവിടെ ആ പൂന്തോട്ടത്തിലുള്ള
ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ്. ഏകദേശം ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ലോണയ്ക്ക് നല്ല ഉറക്കം വന്നു. ലോണ മുറിയിലേക്ക് മടങ്ങി. മുറിയിലേക്ക് ലോണ മടങ്ങിയതും ക്രിസ്റ്റി ലോണയുടെ അസുഖത്തെക്കുറിച്ച്, ആ അസുഖം വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ ആഡ്രിയനോട് സംസാരിക്കുമ്പോൾ ആഡ്രിയന്റെ മുഖം മങ്ങുന്നത് എതിരെ ഇരിക്കുന്ന നദിയെ കണ്ടു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്റ്റി ആഡ്രിയനോട് പറഞ്ഞു, ആഡ്രിയൻ, നിങ്ങൾ സംസാരിക്കുക, ഞാൻ ഒന്ന് ബാത്റൂം വരെ പോകണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി അവിടെ നിന്ന് എണീറ്റ് അയാളുടെ മുറിയിലേക്ക് മടങ്ങി. ഈ സമയത്ത് ആഡ്രിയൻ ശരിക്കും വിഷമിച്ചിരിക്കുന്ന കണ്ടതും നദിയ എണീറ്റ് വന്ന് ആഡ്രിയന്റെ പുറത്തു വിട്ടു. ആഡ്രിയൻ 2 കൈ കൊണ്ടും നദിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. നദിയ ആഡ്രിയനെയും അവളുടെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു. ലോണയും ആഡ്രിയനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് അധികം നാളുകൾ കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ അനവധി രാത്രികളിൽ ലോണ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷെ ആഡ്രിയൻ ലോണയുടെ മുമ്പിൽ അയാളുടെ വിഷമം ഇതുവരെ കാണിച്ചിട്ടില്ല. അതറിയാവുന്നതുകൊണ്ടാണ് നദിയ ആഡ്രിയനെ ഒന്ന് ആശ്വസിപ്പിച്ചത്. നദിയ പെട്ടെന്ന് ആഡ്രിയന്റെ അടുത്ത് നിന്ന് മാറി. അവള് പോലും അറിയാതെ അവളുടെ സഹോദര ഭർത്താവിനെ അവളുടെ പുറത്തേക്ക് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ആരെങ്കിലും അത് കണ്ടുകൊണ്ട് വന്നാൽ തെറ്റിദ്ധരിക്കുമല്ലോ എന്നൊരു തോന്നലും പെട്ടെന്ന് അവൾക്കുണ്ടായി കാണും. അവൾ പെട്ടെന്ന് ആഡ്രിയനോട് പറഞ്ഞു, ആഡ്രിയൻ, എനിക്ക് ഉറക്കം വരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവൾ തിരിച്ചു നടക്കുമ്പോൾ ഒരു ചിന്ത നദിയുടെ ഉള്ളിലുണ്ട്. ആ രാത്രി അങ്ങനെ കഴിഞ്ഞു. അന്നും പതുപോലെ കാര്യങ്ങളൊക്കെ കടന്നുപോയി. അന്ന് വൈകുന്നേരം ആഡ്രിയൻ എത്തി. ഒരു 11:30-12 മണിയായപ്പോൾ ആഡ്രിയനും ലോണയും അവരുടെ മുറിയിലേക്ക് മടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ നദിയും അവളുടെ മുറിയിലേക്ക് പോയി. അവിടെ ആ ടേബിളിനടുത്ത് ആ കസേര തന്നെ ഇരിക്കുകയാണ് നമ്മുടെ ക്രിസ്റ്റി ആ കസേരയിൽ ചാരി ഇരുന്ന് പല കാര്യങ്ങളും ആലോചിക്കുകയാണ്. ഇടയ്ക്കെപ്പോഴോ അവൻ അവിടെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. ഒരു ശബ്ദം കേട്ടാണ് ക്രിസ്റ്റി കണ്ണു തുറക്കുന്നത്. കണ്ണു തുറന്ന ക്രിസ്റ്റി കാണുന്നത് ഒരു ചിറകടിയുടെ ശബ്ദമാണ്. ആ ചിറകടിയുടെ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവൻ നോക്കിയതും അവൻ ആ കാഴ്ച കണ്ടു. ഒരു കൂറ്റൻ വവ്വാൽ ലോണയുടെ മുറിയുടെ ഫ്രഞ്ച് വിൻഡോ വഴി പുറത്തേക്ക് വരുന്നതാണ് അവൻ കണ്ടത്. പുറത്തേക്ക് ഉദിച്ച ആ വവ്വാല് നേരെ മുകളിലേക്ക് ഉയർന്ന് അങ്ങ് പറക്കുകയാണ് ആ കാടിന് നേരെ. ആ പറന്നു പോകുന്ന വവ്വാലിനെ കണ്ട ക്രിസ്റ്റി അമ്പരപ്പോടെ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ആഡ്രിയാനും ലോണയും അവരുടെ മുറിയിൽ ഒരു വവ്വാല് കടന്നതും തിരിച്ചു പോയതും അറിഞ്ഞു കാണില്ലേ? അവരോട് ചെന്ന് വിളിച്ചു ചോദിച്ചാലോ? പക്ഷേ രാത്രി ഭാര്യയും ഭർത്താവും ഉറങ്ങുന്ന മുറിയിൽ ചെന്ന് തട്ടി വിളിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല. അങ്ങനെ തോന്നിയതും ക്രിസ്റ്റി ആ വിഷയം അങ്ങ് വിട്ടു. പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ലോണയെ ശ്രദ്ധിച്ച ക്രിസ്റ്റി പെട്ടെന്ന് ലോണയുടെ അടുത്തെത്തി. ഏയ് ലോണ, നിന്റെ കഴുത്ത് നോക്കട്ടെ. ഇന്ന് നിന്റെ കഴുത്ത് മുറിഞ്ഞിട്ടുണ്ടല്ലോ. അതെ ക്രിസ്റ്റി, കൊതുക് എന്റെ കഴുത്ത് കൃത്യമായി കടിച്ചു മുറിക്കുകയാണ്. അങ്ങനെ അവൾ പറയുമ്പോൾ അവളുടെ ശബ്ദത്തിൽ ഒരു പതർച്ചയുണ്ട്. അവളുടെ ബോഡിക്ക് ഒരു ക്ഷീണമുണ്ട്. ക്രിസ്റ്റി അവളുടെ കഴുത്തിൽ പതുക്കെ തൊട്ടു നോക്കി. പെട്ടെന്നാണ് ക്രിസ്റ്റിക്ക് തലേ ദിവസം താൻ കണ്ട കാഴ്ച ഓർമ്മ വന്നത്. വവ്വാലായിരിക്കും ഈ ലോണയുടെ കഴുത്ത് കടിച്ചു മുറിച്ചിരിക്കുന്നത്. രക്തം വലിച്ചു കുടിക്കുന്ന വവ്വാലുകൾ ഒരു ഭയപ്പെടുത്തുന്ന കഥയുടെ ഭാഗമാണ്. അങ്ങനെ ഏതെങ്കിലും വവ്വാലുകൾ ലോണയുടെ രക്തം കുടിക്കാൻ എത്തിയതാണോ? അതുകൊണ്ടാവോ ആഡ്രിയൻ ആ വിവരം അറിയാതെ പോയത്? തൊട്ടടുത്ത് കിടക്കുന്ന ആളുകൾ പോലും അറിയാതെ രക്തം കുടിക്കാൻ ആ വവ്വാലുകൾക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് ക്രിസ്റ്റി വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോണ കണ്ടതും കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാകാൻ പോവുകയാണ്. അത് ശരിയാണെന്ന് തെളിയാൻ പോവുകയാണ്. പക്ഷേ മുഴുവൻ കാര്യങ്ങളും അങ്ങനെ അങ്ങ് ഉറപ്പിക്കാനുള്ള സമയമായിട്ടില്ല. ആ രാത്രിയിൽ ലോണ അവളുടെ ബെഡ്റൂമിലേക്ക് പോയപ്പോൾ നദിയുടെ കയ്യിൽ പിടിച്ച് ക്രിസ്റ്റി നദിയോട് പറഞ്ഞു, നദിയ, ഞാനൊരു കാഴ്ച കണ്ടു. എന്ത് ക്രിസ്റ്റി? അങ്ങനെ നദിയ ചോദിച്ചതും ക്രിസ്റ്റി അവൻ കണ്ട കാഴ്ചകളൊക്കെ നദിയോട് പറഞ്ഞു. ക്രിസ്റ്റി, നീ എന്തൊക്കെയായി പറയുന്നത്? ലോണയുടെ മുറിയിൽ ഒരു വവ്വാല് വരുന്നുണ്ടെന്നു, ആ വവ്വാല് കടിച്ചിട്ടാണ് രക്തം വരുന്നതെന്നും. നദിയ, ഞാൻ നിന്നോട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. കൊതുകാണ് അവിടെ കഴുത്തി കടിക്കുന്നെങ്കിൽ ഒരേ പോയിന്റിൽ എല്ലാ ദിവസവും ആ കൊതുക് എങ്ങനെ കടിക്കും? ആ ചോദ്യം ശരിക്കും നദിയെ ഒന്ന് അമ്പരപ്പിച്ചു എന്ന് പറയാം. അവൾ ശ്രദ്ധിക്കാത്തൊരു പോയിന്റാണ് ക്രിസ്റ്റി ശ്രദ്ധിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും ഈ ലോണയുടെ കഴുത്തിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നത് ഒരേ സ്ഥലത്താണ്. ആ സ്ഥലം തന്നെ നോക്കി കൊതുകെത്തി കടിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള കൊതുകുകൾ ഒരിടത്തും ഉണ്ടാകത്തുമില്ല. അത് മാത്രമല്ല, കൊതുക് ആണെങ്കിൽ ഒരാളെ മാത്രമായി കടിക്കുന്നത് അപൂർവമായിട്ടാണ്. ഇത് വവ്വാലാണെങ്കിൽ അത് അപകടകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ചിന്ത നദിയുടെ മനസ്സിലേക്ക് വന്നതും ക്രിസ്റ്റി നദിയോട് പറഞ്ഞു, നദിയ, ഇന്ന് രാത്രി ഈ കാര്യം നമുക്ക് ഒന്ന് കണ്ടറിയണം. നീ ഈ വിവരം ലോണയോടും ആഡ്രിയനോടും പറയണ്ട. അറിഞ്ഞാൽ അവർ ഭയന്നു പോകും. അങ്ങനെ ക്രിസ്റ്റി പറഞ്ഞതും
നദിയും മനസ്സുകൊണ്ട് അതൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഏകദേശം ഒരു 11:30 മണിയായപ്പോ നദിയ അവളുടെ മുറി പതുക്കെ തുറന്ന് ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി. അവൾ പുറത്തിറങ്ങുമ്പോൾ അവള് ക്രിസ്റ്റിയുടെ മുറിയിലേക്ക് നോക്കി. ആ സമയത്താണ് ക്രിസ്റ്റിയും വാതിൽ തുറന്ന് പുറത്തിറങ്ങിയത്. രണ്ടുപേരും മുഖത്തോട് മുഖം ഒന്ന് നോക്കി. ക്രിസ്റ്റി വേഗം നടന്ന് നദിയുടെ മുറിയുടെ അടുത്തെത്തി. നദിയോടായി ക്രിസ്റ്റി പറഞ്ഞു, നദിയ, നമുക്ക് നിന്റെ മുറിയുടെ ബാൽക്കണി വഴി പുറത്തിറങ്ങാം. അവിടുന്ന് ലോണയുടെ ബാൽക്കണിയിലേക്ക് എളുപ്പം കടക്കാൻ പറ്റും. നദിയുടെയും ലോണയുടെയും മുറികൾ അടുത്തടുത്താണ്. രണ്ടുപേരും കൂടി നദിയുടെ മുറിക്കകത്ത് കയറിയിട്ട് ആ വാതിലും കടച്ചിട്ട് നദിയുടെ മുറിയുടെ ഫ്രഞ്ച് വിൻഡോയുടെ സ്ഥലത്തെത്തി. നദിയും ക്രിസ്റ്റിയും ആ വിൻഡോ വഴി ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ക്രിസ്റ്റി പതുക്കെ നദിയുടെ ബാൽക്കണിയിൽ നിന്ന് ലോണയുടെ ബാൽക്കണിയിലേക്ക് കടന്നു. അതിനുശേഷം നദിയെ കൂടി അവൻ അവിടേക്ക് എത്തിച്ചു. ഇപ്പൊ രണ്ടുപേരും ലോണയുടെ മുറിയുടെ മൂലയ്ക്ക് നിൽക്കുകയാണ് ബാൽക്കണിയിൽ. അകത്ത് ലോണയും ലോണയുടെ ഭർത്താവ് ആഡ്രിയനാണ് ഉള്ളത്. സഹോദരിയും ഭർത്താവും ഉറങ്ങുന്ന ബെഡ്റൂമിലേക്ക് ഒളിച്ചു നോക്കുന്നത് ഒരു നല്ല പരിപാടിയല്ലെന്ന് നദിക്ക് അറിയാം. പക്ഷെ അകത്ത് വവ്വാലുണ്ടെങ്കിൽ അതിനെ കാണുകയും വേണം. വവ്വാൽ അകത്തോട്ട് കയറിയോ എന്ന ചോദ്യത്തിന് ഉത്തരം അവർക്കില്ല. എന്തായാലും അവസാനം നദിയ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, ഞാനൊന്ന് നോക്കാം. അവൾക്ക് ആ വിൻഡോയിലൂടെ ബെഡ്റൂം കാണാൻ പറ്റും. നദിയ മടിച്ച് അകത്തേക്ക് നോക്കിയതും പെട്ടെന്ന് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച. ആ മുറിയിലേക്ക് നോക്കിയ ക്രിസ്റ്റി ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അവൻ കാണുന്ന കാഴ്ച അവനെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരാള് ആ ലോണയുടെ കഴുത്തിലോട്ട് കുനിഞ്ഞു കിടക്കുകയാണ്. ആ ആളുടെ പല്ലുകൾ ലോണയുടെ കഴുത്തിലേക്ക് ആഞ്ഞിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ക്രിസ്റ്റി കണ്ടത്. ക്രിസ്റ്റി നോക്കുമ്പോൾ നദിയ രണ്ട് കൈകൊണ്ടും അവളുടെ വാ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. ശരിക്കും ശ്വാസം നിലച്ചു പോകുന്ന രംഗം. നിശബ്ദരായി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ആള് തല ഉയർത്തിയ ആള് പെട്ടെന്നാണ് ആ കിടക്കയിൽ നിന്ന് തറയിലേക്ക് ചാടിയത്. ചാടി ഒന്ന് കറങ്ങുമ്പോഴേക്കും ആ ആളിന്റെ ചുറ്റും ഒരു കോട്ടിങ്ങനെ പടർന്നു വരികയാണ്. ആ രൂപം ഒരു കൂറ്റൻ വവ്വാലായി മാറുകയാണ്, കറുത്ത വവ്വാല്. ആ നിമിഷത്തിൽ ശ്വാസം നിലച്ചതുപോലെ അവിടെ നിൽക്കുന്ന നദിയുടെ പുറത്ത് സാവധാനം ക്രിസ്റ്റി തട്ടിയിട്ട് നദിയെ വിളിച്ച് പുറകോട്ട് മാറ്റി. ശബ്ദമുണ്ടാക്കാതെ ബാൽക്കണിയുടെ അറ്റത്തെത്തിയ ക്രിസ്റ്റി മറുഭാഗത്തെ നദിയുടെ ബാൽക്കണിയിലേക്ക് കടന്നിട്ട് നദിയെ കൂടി പിടിച്ചകത്തേക്ക് കയറ്റി. അയാൾ അതിവേഗം ആ ഫ്രഞ്ച് വിൻഡോ വഴി നദിയെ അകത്തേക്ക് കയറ്റി. അയാളും അകത്തേക്ക് കയറി. അയാള് നദിയോട് പറഞ്ഞു, നമുക്ക് ലോണയുടെ മുറിയിലേക്ക് ചെല്ലാം. ജനാല അതിവേഗം അടച്ചവറും വാതിൽ തുറന്ന് ഓടി ലോണയുടെ മുറിയുടെ അടുത്തത്തെ ആ വാതിൽ തട്ടി വിളിച്ചു. ലോണ എന്ന് പറഞ്ഞ് അവരെ വാതിൽ തട്ടി വിളിച്ചതും അകത്ത് മുറിയിൽ ലൈറ്റ് ഇട്ടതായി അവർക്ക് മനസ്സിലായി. ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും വാതിൽ തുറക്കപ്പെട്ടു. ആഡ്രിയനാണ് വാതിൽ തുറന്നത്. വാതിൽ തുറന്ന ആഡ്രിയൻ ലേശം അമ്പരപ്പോടെ പുറത്തു നിൽക്കുന്ന നദിയെയും ക്രിസ്റ്റിയും നോക്കി. എന്തു പറ്റി? ആഡ്രിയൻ, ഞങ്ങളൊരു ശബ്ദം കേട്ടു, അങ്ങനെ ഓടി വന്നത്. ശബ്ദോ? ഇവിടെ നിന്നു? അങ്ങനെ ആഡ്രിയൻ ചോദിക്കുമ്പോൾ നദിയ തുറന്ന വാതിലിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആ കട്ടിലിൽ ലോണ സുഖ ഉറക്കത്തിലാണ്. ലോണ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. സാധാരണഗതിയിൽ ലോണയാണല്ലോ ശബ്ദം ഉണ്ടാക്കുന്നത്. നദിക്കും ക്രിസ്റ്റിക്കും എന്തു പറയണം എന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ശരിക്കും ഈ സമയത്ത് ക്രിസ്റ്റി നോക്കിയത് അവിടെയുള്ള ആ ഫ്രഞ്ച് ജനാലിലേക്കാണ്. ആ ജനാല തുറന്നിട്ടുണ്ടോ എന്നാണ് നോക്കിയത്. ഇല്ല, ജനാല അടഞ്ഞു തന്നെ കിടക്കുകയാണ്. തങ്ങൾ നേരത്തെ കണ്ട കാഴ്ച സത്യമാണോ മിഥ്യയാണോ എന്നോ അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ക്രിസ്റ്റിയും അതുപോലെ നദിയും കടക്കുകയാണ്. രണ്ടുപേരും ആഡ്രിയനോട് പറഞ്ഞു, സോറി, ഒരു ശബ്ദം കേട്ട പോലെ തോന്നി. എന്തായാലും അവർ രണ്ടുപേരും ഗുഡ് നൈറ്റ് പറഞ്ഞതും ആഡ്രിയൻ വാതിലങ്ങ് അടച്ചു. ആ വാതില് അടയപ്പെട്ടതും ക്രിസ്റ്റി പൂന്തോട്ടത്തിലേക്ക് നടന്നു. തൊട്ടുപുറകെ നദിയും. അവർ നടന്ന് ആ വലിയ ടേബിളിന്റെ അടുത്ത് വന്നിരുന്നു. നദിയ ക്രിസ്റ്റിയോട് ചോദിച്ചു, ക്രിസ്റ്റി, നമ്മുടെ കണ്ട കാഴ്ച ആഡ്രിയൻ കണ്ടു കാണില്ലേ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ശരിക്കും എന്താ സംഭവിച്ചത്? ആരായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നത്? ആഡ്രിയനാണ് ലോണയുടെ കഴുത്തിൽ കടിച്ചതെന്ന് വിശ്വസിക്കാൻ എന്തായാലും അവർക്ക് രണ്ടുപേർക്ക് പറ്റില്ല. എന്തൊക്കെ ദുരൂഹതകൾ അവിടെ ഉണ്ട്. അവിടെ ഒരു വവ്വാലെത്തി ആ വവ്വാല് ലോണയെ കടിക്കുന്നു എന്നാണ് തലേദിവസം അവർ ധരിച്ചത്. പക്ഷെ ഇന്നിപ്പോ അവർക്ക് ആ ചിന്ത മാറ്റേണ്ടി വരികയാണ്. ഒരാളാണ് ലോണയെ കടിക്കുന്നത്. ആ ലോണയെ കടിക്കുന്ന ആള് എന്തുകൊണ്ട് ആഡ്രിയനെ കടിക്കുന്നില്ല? അതൊരു വല്ലാത്ത ചോദ്യമാണ്. എന്തായാലും അവരുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് ഈ കാര്യങ്ങളൊക്കെ. നദിയ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? നദിയ, നമുക്ക് നമ്മുടെ ഫാദറിനെ ഇങ്ങോട്ട് വിളിക്കാം. അദ്ദേഹം വന്ന് ഈ വീടൊന്ന് വെഞ്ചരിക്കട്ടെ. എന്തെങ്കിലും ദുഷ്ടശക്തികൾ ഇവിടേക്ക് കടന്നു വരികയാണെങ്കിൽ അതിനെ തടുക്കാൻ അച്ഛൻ തന്നെ വേണം. വേറൊരു കുഴപ്പം കൂടിയുണ്ട്. നമ്മുടെ ആഡ്രിയൻ ഒരു നിരീശ്വര വിശ്വാസിയാണ്. ദൈവവും പിശാചൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആഡ്രിയൻ. ആഡ്രിയൻ അറിഞ്ഞാൽ അച്ഛനെ ഈ വീട്ടിൽ കയറ്റത്തില്ല. ആഡ്രിയൻ അറിയാതെ അവിടെ ഒരു അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നൊരു ചിന്ത നദിയ പങ്കുവെച്ചപ്പോ ക്രിസ്റ്റി നദിയോട് പറഞ്ഞു, അത് വേണ്ട. നാളെ രാത്രി നമ്മൾ ഒന്നിച്ച് സപ്പർ കഴിക്കുമ്പോൾ ഞാൻ തന്നെ
ആഡ്രിയനോട് കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കും. പിറ്റേന്ന് നേരം പുലർന്നപ്പോ അവര് ആദ്യം തിരക്കിയത് ലോണയാണ്. ലോണ ബെഡ്റൂമിൽ നിന്ന് എണീറ്റ് വന്നപ്പോ നദിയെ ഓടിച്ചെന്ന് ലോണയുടെ കഴുത്തിലേക്ക് നോക്കി. അവളുടെ കഴുത്തിൽ രക്തത്തുള്ളികൾ പറ്റി നിപ്പുണ്ട്. ഏയ് ലോണ, ഇന്ന് നിന്നെ കൊതുകടിച്ചു. ഇന്ന് കൊതുകടിച്ചു. അങ്ങനെ ലോണ പറയുമ്പോൾ ലോണയുടെ ക്ഷീണം വിസിബിൾ ആണ്. അവളുടെ ബോഡിയിൽ നിന്ന് രക്തം നഷ്ടമാകുന്നതിന്റെ ഫലമായിട്ട് അവൾക്ക് ക്ഷീണം വരുന്നതാണെന്ന് അവളെ കാണുന്ന വിഷയത്തിൽ നദിയയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ലോണയോട് അവൾ കണ്ട കാര്യം പറയണമോ വേണ്ടയോ എന്ന ചിന്ത നദിയെ അലട്ടുമ്പോ ക്രിസ്റ്റി അങ്ങോട്ട് കയറി വന്നു. ക്രിസ്റ്റി വാ. അങ്ങനെ പറഞ്ഞ ലോണ അവിടെ ആ ഡൈനിങ് ടേബിളിൽ അടുത്തിരുന്നു. നദിയ അവർക്ക് 3 പേർക്കുമായുള്ള കോഫി കൊണ്ടെത്തിച്ചു. ലോണയോടായി ക്രിസ്റ്റി പറഞ്ഞു, ലോണ, സാധാരണ രീതിയിൽ വിവാഹം നടത്തുമ്പോൾ ഒരുപാട് ചടങ്ങുകളൊക്കെ നടത്തുമല്ലോ. ആ ചടങ്ങുകളുടെ ഭാഗമായിട്ട് വധുവും വരനും താമസിക്കുന്ന മുറി വെഞ്ചരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. നിന്റെ മുറി വെഞ്ചരിച്ചായിരുന്നു? ക്രിസ്റ്റി, അതൊന്നും ചെയ്തില്ല. അതൊന്നും വേണ്ടെന്ന് ആഡ്രിയൻ അന്നേ പറഞ്ഞായിരുന്നു. ഞങ്ങളുടെ വെഡിങ് പോലും പള്ളി വെച്ചല്ല നടത്തിയത്, ഒരു ഹോട്ടലിൽ വെച്ചാ ഞങ്ങള് വെഡിങ് നടത്തുന്നത്, അതും രാത്രി. ആ ആഡ്രിയനാണ് ഇനിയിപ്പോ അച്ഛനെ വിളിച്ച് ബെഡ്റൂമൊക്കെ വെഞ്ചരിക്കുന്നത്. നടക്കുന്ന കാര്യമല്ല പറ. ലോണ അത് പറഞ്ഞപ്പോ ക്രിസ്റ്റിയുടെയും നദിയുടെയും കണ്ണുകൾ തമ്മിൽ ഒന്നുകൂടി കിടഞ്ഞു. നദി പെട്ടെന്ന് ലോണയോട് പറഞ്ഞു, അല്ല ലോണ, ക്രിസ്റ്റി പറയുകയാണ് നമ്മുടെ അച്ഛനെ ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചാലെന്ന് തോന്നുന്നു. ഈ ചുറ്റുപാടൊക്കെ ഒന്ന് വെഞ്ചരിക്കുന്നത് നല്ലതാണെന്നാണ് ക്രിസ്റ്റി പറയുന്നത്. നദി അത് പറഞ്ഞപ്പോ ലോണ ഒന്നും മിണ്ടാതെ ക്രിസ്റ്റി നോക്കി. ക്രിസ്റ്റി ഉടൻ ലോണയോട് പറഞ്ഞു, ലോണ, നമ്മൾ എന്തായാലും വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അച്ഛൻ വരുന്നു, കുറച്ച് പുണ്യജലം വീടിന് ചുറ്റും തളിക്കുന്നു, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ലല്ലോ. ആഡ്രിയന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് താൻ ചെയ്യാൻ പോകുന്നുള്ളത് ലോണയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് തള്ളിപ്പറയാൻ കഴിയുന്ന ആളുകളല്ല ഈ ക്രിസ്റ്റിയും നദിയും. ലോണ പെട്ടെന്ന് ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, നമ്മൾ ആഡ്രിയനോട് പറയാതെ ചെയ്യുന്നത് ശരിയല്ല. രാത്രി ആഡ്രിയൻ വരുമ്പോ നീ ഒന്ന് പറഞ്ഞു നോക്ക്. എന്തായാലും അന്ന് രാത്രി ആഡ്രിയൻ വന്നപ്പോ ക്രിസ്റ്റി തന്നെ ആ കാര്യം പറഞ്ഞു. ആഡ്രിയൻ, നിങ്ങള് വിവാഹം കഴിച്ചതിന് ശേഷം വീടൊന്നും വെഞ്ചരിച്ചില്ലല്ലോ. അത് കേട്ടതും ആഡ്രിയൻ ഒന്ന് ചിരിച്ചു. ക്രിസ്റ്റി, ഞാൻ കരുതി നീ വളരെ പുരോഗമന ആശയങ്ങളുള്ള ഒരാളാണെന്നാണ്. നീ പഴയ കാലങ്ങളിലേക്ക് ഈ ലോകത്തെ വലിച്ചോണ്ടു പോകാനാണ് ശ്രമിക്കുന്നത്. ക്രിസ്ത്യൻ നദിയും വളരെ കാര്യമായിട്ട് നിർബന്ധിച്ചിട്ടും ആഡ്രിയൻ സമ്മതിച്ചില്ല. ആഡ്രിയൻ പറഞ്ഞു, അതൊന്നും വേണ്ട, നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം. ദൈവവും പിശാചും എന്നൊക്കെ പറയുന്നത് ആളുകളെ കബളിപ്പിക്കുന്ന 2 വാചകങ്ങളാണ്. ആ 2 പേരുകൾ വഴി കുറെ ആളുകൾ ജീവിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അതിനപ്പുറത്തേക്ക് അതിലൊന്നും ഒരു അർത്ഥവുമില്ല. ആഡ്രിയനോട് പറഞ്ഞ് തർക്കിച്ച് വിജയിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ആ 2 സ്ത്രീകൾക്കും അറിയാം. അതിപ്പോ ക്രിസ്റ്റിക്ക് കൂടി മനസ്സിലായിരിക്കുകയാണ്. എന്തായാലും പിറ്റേന്ന് രാവിലെ ആഡ്രിയൻ പോയി കഴിഞ്ഞപ്പോ ക്രിസ്റ്റിയും നാഥിയും ഈ കാര്യം ചർച്ച ചെയ്തു. ആഡ്രിയന് സമ്മതമില്ലാതെ അവിടെ വെഞ്ചരിക്കാൻ പറ്റില്ല. ക്രിസ്റ്റി അത് കേട്ടപ്പോ മറ്റുള്ളവരോടായി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ വിഷയം പിന്നീട് ടേക്കപ്പ് ചെയ്യാം, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ. അത് കേട്ടപ്പോ ലോണയ്ക്കും അതുപോലെ നാഥിക്കും ഒത്തിരി സന്തോഷമായി. എന്തായാലും ആ ടീം അതിരാവിലെ തന്നെ കറങ്ങാൻ ഇറങ്ങി. പല സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയതിനു ശേഷം അവര് ലേ സെറ്ററ്റ് എന്ന ആ റെസ്റ്റോറന്റിൽ മടങ്ങിയെത്തി. ഇതൊരു ഓപ്പൺ റെസ്റ്റോറന്റ് കൂടിയാണ്. അവിടെ ഇരിക്കുമ്പോൾ റോഡും ചുറ്റിപ്പോകുന്ന വാഹനങ്ങളും ഒക്കെ കാണുകയും ചെയ്യും. അവിടെ അവരങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്റ്റി ഒരു കാറ് ആ ലേ സെറ്ററ്റിന്റെ ഭാഗത്തേക്ക് റോഡിലൂടെ വരുന്നത് കണ്ടു. ആഡ്രിയന്റെ വാഹനമാണ്. ആഡ്രിയൻ ഇതാ വീട്ടിലേക്ക് പോവുകയാണ്. അത് മനസ്സിലാക്കിയ ക്രിസ്റ്റി ലോണയോട് പറഞ്ഞു, ലോണ, ആഡ്രിയൻ എന്തോ പോകുന്നു. ലോണയും നോക്കി, ശരിയാണ്, ആഡ്രിയന്റെ വാഹനം പോവുകയാണ്. അവർ വേഗം തന്നെ കോഫി കുടിച്ച് എണീറ്റ് അവരുടെ വാഹനത്തിലേക്ക് കയറി. അവർ വീട്ടിലെത്തിയപ്പോ ആഡ്രിയൻ വീട്ടിലുണ്ട്. ക്രിസ്റ്റിയുടെ വാഹനം വന്നിരിക്കുന്ന ശബ്ദം കേട്ട് ആഡ്രിയൻ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ 3 കൂടെ ഇന്നും കറങ്ങാൻ പോയോ? ആഡ്രിയൻ, ഞങ്ങള് കറങ്ങാൻ പോയായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് അകത്തേക്ക് കയറി. അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ക്രിസ്റ്റി ആഡ്രിയനോട് ചോദിച്ചു, ആഡ്രിയൻ, ഇന്ന് അവസാനം എവിടെയായിരുന്നു പരിപാടി? ഇന്ന് എനിക്ക് ആ റിവർ റിട്രീറ്റിലായിരുന്നു അവസാന പ്രോഗ്രാം. അങ്ങനെ പറഞ്ഞ ആഡ്രിയൻ അന്നത്തെ അയാളുടെ വിശേഷങ്ങളൊക്കെ അവരുമായി പങ്കുവെക്കുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും ഉറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് നദിയുടെ അടുത്തേക്ക് വന്ന ക്രിസ്റ്റി നദിയോട് ചോദിച്ചു, നദിയ, നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഡ്രിയൻ പറഞ്ഞത് ആഡ്രിയൻ അവസാനത്തെ പ്രോഗ്രാം ചെയ്തത് റിവർ റിട്രീറ്റിലാണ്. നദിയ, അത് പറ്റില്ലല്ലോ. ക്രിസ്റ്റി, നീ എന്തായി പറയുന്നത്? അതെന്താ പറ്റാത്തത്? ആഡ്രിയൻ എവിടെ വേണമെങ്കിലും അയാളുടെ കൺസ്ട്രക്ഷൻ വർക്കിന്റെ ഭാഗമായി പൊയ്ക്കൂടെ? അതല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇരുന്നത് എവിടെയാ? ലാ സെറ്ററ്റിൽ. അതിന്റെ സൗത്തിലല്ലേ ഈ റിവർ റിട്രീറ്റ്. നമ്മള് ആഡ്രിയനെ കാണുമ്പോൾ ആഡ്രിയൻ നോർത്തിൽ നിന്ന് വരുന്നല്ലേ കണ്ടത്. അങ്ങനെ ക്രിസ്റ്റി സൂചിപ്പിച്ചപ്പോ നദിയ തികച്ചും അമ്പരപ്പോടെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ക്രിസ്റ്റി പറയുന്നത് ആഡ്രിയൻ നമ്മളോട് മനഃപൂർവ്വം കളവ് പറഞ്ഞെന്നാണോ? നദിയ, ആഡ്രിയൻ ഉറപ്പിച്ച് റിവർ റിട്രീറ്റ് എന്ന് 1-2 തവണ പറഞ്ഞു. പക്ഷേ നമ്മൾ കണ്ടതാണ് ആഡ്രിയൻ നോർത്തിൽ നിന്ന് വരുന്നത്. നോർത്തിൽ നിന്ന് ആ റെസ്റ്റോറന്റ് ഭാഗത്തേക്ക് വന്ന ആഡ്രിയൻ സൗത്തിൽ നിന്നാണ് വന്നതെന്ന് അവരോട് പറഞ്ഞത്
അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഒരു അസ്വാഭാവികത തോന്നുകയാണ്. എന്തായാലും പിറ്റന്ന് അവർ പകല് ലോണയും കൂട്ടി നേരെ പോയത് പള്ളിയിലേക്കാണ്. അതിന്റെ കാരണം തലേദിവസം അവർക്ക് തോന്നിയ ആ ആഡനെ കുറിച്ചുള്ള സംശയമാണ്. അവര് പള്ളിയിലെത്തുമ്പോ അച്ഛൻ അവിടെ ഉണ്ട്. ലോണയോടായി നദിയ പറഞ്ഞു, ലോണ നീ പ്രാർത്ഥിക്ക്, ഞാൻ ഇപ്പൊ വരാം. ലോണയെ പള്ളിക്കകത്തേക്ക് കടത്തി വിട്ടതിന് ശേഷം നദിയ ക്രിസ്റ്റിക്കൊപ്പം നേരെ അച്ഛൻ്റെ അടുത്തെത്തി. അച്ഛൻ ക്രിസ്റ്റിയെ കണ്ടതും ക്രിസ്റ്റിയുടെ തോളിൽ തട്ടി, ഏയ് ക്രിസ്റ്റി, നീ ഇപ്പൊ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നല്ലേ? അച്ഛോ, ഞാനിപ്പോ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്യുന്നോണ്ടാ ശരിക്കും ഇങ്ങോട്ട് വരാൻ പറ്റത്തത്. ഓക്കെ അച്ഛൻ, നമ്മുടെ വീട്ടിലെ ഒരു വിഷയമുണ്ട്. എന്ത് വിഷയം? അങ്ങനെ അച്ഛൻ ചോദിച്ചതും ക്രിസ്റ്റിയും നദിയും കൂടി അവര് കണ്ട കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു. ലോണയുടെ കഴുത്തിലുണ്ടാകുന്ന ആ മുറിവ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അതെല്ലാം അവർ പറഞ്ഞപ്പോ അച്ഛൻ പെട്ടെന്ന് അവരോട് ചോദിച്ചു, അല്ല, ഈ ലോണയുടെ കഴുത്തിൽ വവ്വാല് പോലുള്ള ആ മനുഷ്യൻ കടിക്കുമ്പോൾ ആന്റീൻ ആ മുറിക്കകത്ത് ഉണ്ടായിരുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, ആന്റീൻ മുറിക്കകത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും ആ കടിക്കുന്ന മനുഷ്യനെയും ആന്റീനെയും ഒന്നിച്ച് കണ്ടായിരുന്നു? അതുവരെ അവർ ചിന്തിക്കാതിരുന്ന ഒരു ചോദ്യമാണ് അച്ഛൻ ചോദിച്ചത്. ആ ചോദ്യം കേട്ടപ്പോ ക്രിസ്റ്റി നദിയും മാറി മാറി നോക്കുകയാണ്. ലോണയുടെ കഴുത്തിൽ ഒരു വവ്വാൽ കടിക്കുന്നതിന്റെ ഫലമായി മുറിവുണ്ടാകുന്നു എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായ ആ ദിവസമാണ് വവ്വാലല്ല ഒരു മനുഷ്യനാണ് കടിക്കുന്നുള്ള കാര്യം അവര് കണ്ടെത്തിയത്. ആ മനുഷ്യനെ അവർ കണ്ട ഞെട്ടലിൽ ആ മുറിയിലേക്ക് അവർ ശരിക്കും സൂക്ഷിച്ച് നോക്കിയില്ല എന്നാണ് സത്യം. പക്ഷെ ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവര് മുറിയുടെ വാതിൽ തട്ടി വിളിക്കുമ്പോൾ ആന്റീനാണ് വാതിൽ തുറന്നത്. ആ കാര്യം അവര് അച്ഛനോട് പറയുകയും ചെയ്തു. അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, നോക്ക്, എനിക്ക് നിങ്ങളുടെ ഈ സംഭാഷണത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരാളിന്റെ സാന്നിധ്യം ഉള്ളതുപോലെ എനിക്ക് തോന്നുകയാണ്. ഇപ്പോ ഞാൻ കൂടെ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നാലോ? അച്ഛൻ അങ്ങോട്ട് ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ടും നദിക്കും അതുപോലെ ക്രിസ്റ്റിക്കും സമ്മതിക്കല്ലേ പറ്റൂ. ക്രിസ്റ്റി അച്ഛനോട് പറഞ്ഞു, അച്ഛോ, ആന്റീൻ നിരീശ്വരവാദിയാണ്, എനിക്കത് അറിയാം. അവൻ രാത്രി ഏതോ ഹോട്ടലിൽ വെച്ചാൽ കല്യാണം നടത്തിയത്, എന്നെ അറിയിച്ചത് പോലുമില്ല. അതൊക്കെ കഴിഞ്ഞ വിഷയമാണ്. എന്തായാലും ഞാൻ ഇന്നിപ്പോ നിങ്ങളിവിടെ വരികയാണ്. അച്ഛൻ അങ്ങനെ തീർത്ത് പറഞ്ഞതും അവർ രണ്ടുപേരും നടന്ന് ലോണയുടെ അടുത്തെത്തി. ലോണ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോണയുടെ പുറകിലായി മുട്ടുകുത്തി നദിയും ക്രിസ്റ്റിയും പ്രാർത്ഥിച്ചിട്ട് അവര് ലോണയെ വിളിച്ചു. ലോണ, അച്ഛൻ നമുക്കൊപ്പം വീട്ടിലേക്ക് വരാമെന്നാ പറയുന്നത്. നീ പക്ഷേ ഈ കാര്യം ആന്റണിയോട് പറയണ്ട കേട്ടോ. ആന്റണിന് ഇഷ്ടമില്ലാത്തതല്ലേ അച്ഛനൊക്കെ വീട്ടിൽ വരുന്നത്. എന്തായാലും ആ 3 പേരും അച്ഛനെ കൂടി അവരുടെ വാഹനത്തിലേക്ക് കയറ്റി. അധികം സമയം കഴിയുമ്പോൾ അവര് നദിയുടെയും ലോണയുടെയും വീട്ടിലെത്തി. ക്രിസ്റ്റിക്കൊപ്പം മുൻസീറ്റിലിരിക്കായിരുന്ന മിഖായിൽ അച്ഛൻ ആ കോമ്പൗണ്ടിലേക്ക് കാർ കയറിയപ്പോൾ തന്നെ ഒരു അസ്വാഭാവികത ദർശിച്ചു തുടങ്ങി. അച്ഛൻ ആ കോമ്പൗണ്ട് ചുറ്റും ഒന്ന് നോക്കി. അച്ഛൻ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ആ കോമ്പൗണ്ടിലേക്ക് വരുന്നത്. അച്ഛൻ അവിടെ അനങ്ങാതെ നിൽക്കുന്ന കണ്ടതും പുറകിലത്തെ ഡോറുകൾ വഴി പുറത്തിറങ്ങിയ ലോണയും നദിയും അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ നിൽക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് നടക്കാം. നിങ്ങൾ നടക്ക്, ഞാൻ വരാം. നദിയും ലോണയും വീട്ടിലേക്ക് നടന്നതും അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റിയോട് നിന്നേ. നടന്നു പോകുന്ന ആ പെൺകുട്ടികളെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോ മിഖേൽ അച്ഛൻ. അവര് വീടിന്റെ അകത്തേക്ക് കയറിയതും അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, നീ പറഞ്ഞപ്പോ ഞാൻ ഇത്ര ഭീകരമായ ഒരവസ്ഥ ഇവിടെ ഉണ്ടെന്ന് ശരിക്കും ധരിച്ചിരുന്നില്ല. അച്ഛൻ എന്താ പറയുന്നത്? ക്രിസ്റ്റി, ഈ പെൺകുട്ടികൾ ശരിക്കും അപകടത്തിലാണ്. മിഖേൽ അച്ഛൻ ആ ഡയലോഗ് പറഞ്ഞപ്പോ ക്രിസ്റ്റിയുടെ തൊണ്ട അങ്ങ് വരണ്ടു പോവുകയാണ്. അല്പം നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ക്രിസ്റ്റി മിഖേൽ അച്ഛനോട് ചോദിച്ചു, അച്ഛോ, എന്താ അപകടമാണ് അവർക്കുള്ളത്? അതിന് മറുപടി പറയാതെ മിഖേൽ അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി വാ. അങ്ങനെ പറഞ്ഞ അച്ഛൻ ആ വീട്ടിലേക്ക് പതുക്കെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ അച്ഛന് ഒരു നെഗറ്റീവ് എനർജിയുടെ വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ടെന്ന് അച്ഛന്റെ ആ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുന്ന ആർക്ക് മനസ്സിലാവും. അച്ഛൻ നടന്ന് ആ വീടിന്റെ കോറിഡോറിന്റെ ഭാഗത്തെത്തി. ആ വരാന്തയിലേക്ക് അച്ഛൻ കയറുമ്പോൾ അവിടെ ഡൈനിങ് ഹാളിൽ നദിയുടെയും അതുപോലെ ലോണയുടെയും ശബ്ദം കേൾക്കാം. അവര് അച്ഛന് സൽക്കരിക്കാനുള്ള ഒരുക്കത്തിലാണ്. അച്ഛൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയിട്ട് ക്രിസ്റ്റിയോട് പറഞ്ഞു, നമുക്ക് ലോണയുടെ മുറിയിൽ നോക്കാം. ക്രിസ്റ്റി ഉടൻ തന്നെ അച്ഛനെ കൊണ്ട് ലോണയുടെ മുറിയിലെത്തി. വാതിൽ മലർക്കെ തുറന്ന ക്രിസ്റ്റി ആ മുറിക്കുള്ളിലേക്ക് കയറി. ആ വാതിലിനടുത്തേക്ക് നടന്നെത്തിയ അച്ഛൻ ആ വാതിലിന്റെ അപ്പുറത്തേക്ക് കാല് പൊക്കിയിട്ട് അവിടെ വെക്കാതെ പതുക്കെ പിൻവലിച്ചു. എന്താ അച്ഛാ? ഏയ്, ഞാൻ കയറുന്നില്ല. അച്ഛാ, കുഴപ്പമില്ല. ഏയ്, അത് വേണ്ട, ഞാൻ കയറുന്നില്ല. അങ്ങനെ പറഞ്ഞ അച്ഛൻ ആ വാതിലിൽ നിന്നുകൊണ്ട് അകത്ത് ഒന്ന് നിരീക്ഷിച്ചു. അത് കണ്ടതും ക്രിസ്റ്റിയും ചുറ്റും നോക്കിയാണ്. അച്ഛന്റെ ആ പെരുമാറ്റത്തിൽ ഒരു അസ്വാഭാവികത സ്വാഭാവികമായിട്ട് ക്രിസ്റ്റിക്ക് ഫീൽ ചെയ്തു. ക്രിസ്റ്റി വേഗം നടന്ന് അച്ഛൻ്റെ അടുത്തെത്തി അച്ഛനോട് ചോദിച്ചു, അച്ഛാ, എന്തു പറ്റി? ക്രിസ്റ്റി, ഈ മുറിയിൽ
ഒരു വല്ലാത്ത നെഗറ്റീവ് എനർജിയുണ്ട്. ആ എനർജിയുടെ ശക്തി അപകടകരമായ വിധം വളർന്നിരിക്കുകയാണ്. ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ലോണ കൊല്ലപ്പെടാം. ലോണയ്ക്കൊപ്പം ആഡ്രിയൻ അകത്തുണ്ട്. ആഡ്രിയൻ കൊല്ലപ്പെടുന്നതിനെ കുറിച്ചല്ല ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചത്, ലോണയുടെ മരണത്തെക്കുറിച്ച് മാത്രമാണ്. ക്രിസ്റ്റി അച്ഛനോട് ചോദിച്ചു, അച്ഛാ അപ്പോൾ ആഡ്രിയനോ? ആഡ്രിയൻ, അത് നമുക്ക് ആലോചിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഡൈനിങ് മുറിയുടെ നേരെ നടന്നു. ക്രിസ്റ്റിയും അച്ഛനും നടന്ന് ഡൈനിങ് മുറിയിൽ വരുമ്പോൾ അവിടെ നദിയും ലോണയും ചേർന്ന് കോഫിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. കോഫി കുടിക്കുന്നിടയിൽ മിഖേൽ അച്ഛൻ ലോണെ നോക്കിയിട്ട് ക്രിസ്റ്റിയോടായി പറഞ്ഞു, ക്രിസ്റ്റി, നീ എന്നെ വിടാനായിട്ട് ടൗണിലോട്ട് വരുന്നുണ്ടല്ലേ? ഞാൻ വരുന്നുണ്ട്. ഓക്കെ നദിയ, ലോണ, ഞാൻ ക്രിസ്റ്റിയുമായിട്ടൊന്ന് പുറത്തു പോവുകയാണ്. പിന്നെ ക്രിസ്റ്റിയെ കൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ക്രിസ്റ്റി ലേശം താമസിക്കും. അങ്ങനെ പറഞ്ഞ മിഖേല് ക്രിസ്റ്റിയുമായിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ക്രിസ്റ്റിയുമായി പള്ളിയിലേക്ക് മടങ്ങുമ്പോൾ മിഖേൽ അച്ഛൻ ക്രിസ്റ്റിയോട് ചോദിച്ചു, ക്രിസ്റ്റി, നിനക്ക് ആഡ്രിയനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അച്ഛോ, അങ്ങനെ ചോദിച്ചാൽ വേറെ എതിരഭിപ്രായങ്ങളൊന്നുമില്ല. ക്രിസ്റ്റി, നീ ഒരു കാര്യം ചെയ്യണം. ഇന്ന് മുതൽ നീ ആഡ്രിയനെ ഒന്ന് പഠിക്കണം. ആഡ്രിയൻ എവിടെയാണ് ജോലിക്ക് പോകുന്നതെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കണം. അച്ഛാ, അതെന്തിനാ? നോക്ക് ക്രിസ്റ്റി, ഞാൻ പറയുന്ന പോലെ നീ ഒന്ന് ചെയ്, എന്നിട്ട് ആ കാര്യം എന്നോട് മാത്രം ഒന്ന് പറ. അച്ഛനും ക്രിസ്റ്റി തമ്മിലുള്ള അടുപ്പം അങ്ങനെയാണ്. ആ അടുപ്പം പിറ്റേ ദിവസം ക്രിസ്റ്റിയെ ആഡ്രിയനെ ഫോളോ ചെയ്യാനുള്ള ഒരു ആശയത്തിൽ എത്തിച്ചു എന്ന് പറയാം. ക്രിസ്റ്റി അവൻ്റെ മുറിയിൽ ഏകദേശം ഒരു 4 മണിയോടുകൂടി ഒരു അലാറം വെച്ചിരിക്കുകയാണ്. ആഡ്രിയൻ സാധാരണഗതിയിൽ ഒരു 5:30-6 ആ വീട്ടിൽ നിന്ന് പോകാറുണ്ട്. അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം ഡ്രൈവ് ചെയ്താലേ ആഡ്രിയന് അയാളുടെ പടിസ്ഥലത്ത് എത്താൻ കഴിയുമെന്ന് ആഡ്രിയൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആഡ്രിയൻ പോയി കഴിയുമ്പോൾ ആഡ്രിയനെ ഫോളോ ചെയ്യണം. അതാണ് ഇപ്പോൾ ക്രിസ്റ്റിയുടെ മനസ്സിലുള്ള ആശയം. ക്രിസ്റ്റിയും വേഗം റെഡിയാവുകയാണ്. റെഡിയായി ക്രിസ്റ്റി ആ മുറിയിൽ എങ്ങനെ കാത്തിരിക്കുമ്പോൾ പുറത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു. ആഡ്രിയൻ പോവുകയാണ്. ആഡ്രിയന്റെ വാഹനം ആ കോമ്പൗണ്ട് വിട്ടു എന്ന് മനസ്സിലായതും ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്കിറങ്ങിയ ക്രിസ്റ്റി അവൻ്റെ കാറിനടുത്തെത്തി കാറ് സ്റ്റാർട്ട് ചെയ്തു. അവൻ ആ കോമ്പൗണ്ടിൽ നിന്ന് ആഡ്രിയൻ പോയ ആ വഴിയിലൂടെ വാഹനം ഓടിച്ചു തുടങ്ങി. ക്രിസ്റ്റി ഓടിച്ച് മെയിൻ റോഡിൽ കയറിയപ്പോൾ ആ റോഡ് 2 ഭാഗത്തേക്ക് തിരിയുന്നുണ്ട്. നോർത്തിലേക്ക് പോകാം, സൗത്തിലേക്ക് പോകാം. ഒരു നിമിഷം ഏത് ഭാഗത്തേക്ക് പോകണമെന്നറിയാതെ അവസാനം 2 കൽപ്പിച്ച് ക്രിസ്റ്റി സൗത്തിലേക്ക് തിരിച്ചു. സൗത്തിലാണല്ലോ ആഡ്രിയൻ വർക്ക് ചെയ്യുന്നത്. ആഡ്രിയന്റെ ജോലി സ്ഥലത്ത് ചെന്ന് ആഡ്രിയന്റെ ജോലി നിരീക്ഷിക്കണം. അതാണ് ഇപ്പോൾ ക്രിസ്റ്റിയുടെ മനസ്സിലുള്ള ആശയം. ക്രിസ്റ്റി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിവർ റിട്രീറ്റ് എന്ന ആ ഹോട്ടലിലെത്തി. അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുവെന്നും ആ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനായി അവിടേക്കാണ് താൻ കഴിഞ്ഞ ദിവസം പോയെന്നാണ് ആഡ്രിയൻ അന്ന് അവരോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഹോട്ടൽ മുന്നിൽ വാഹനം നിർത്തിയ ക്രിസ്റ്റി ആ ഹോട്ടലിലേക്ക് എത്തി റിസപ്ഷനിൽ ഇരിക്കുന്ന കുട്ടിയോട് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ആളുകൾ ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് ചോദിച്ചു. അത് കേട്ടതും ആ കുട്ടി അമ്പരപ്പോടെ ക്രിസ്റ്റിയോട് ചോദിച്ചു, ഏത് കൺസ്ട്രക്ഷൻ? അല്ല, ഇവിടെ നിങ്ങളുടെ ഈ ഹോട്ടലിന്റെ നവീകരണ പരിപാടി നടക്കുകയല്ലേ? നവീകരണ പരിപാടിയോ? കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഹോട്ടലിൽ ഒരു പണിയും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ആ ഹോട്ടലിലെ നവീകരണ പരിപാടികളെ കുറിച്ച് വാതോരാതെ ആഡ്രിയൻ സംസാരിച്ചതാണ്. ആഡ്രിയൻ ഈ ഹോട്ടൽ മാറിപ്പോയി കാണും. അങ്ങനെ തോന്നിയതും ആ റിസപ്ഷനിലെ കുട്ടിയോട് ക്രിസ്റ്റി ചോദിച്ചു, അല്ല, നിങ്ങളുടെ ഈ സമാന പേരിൽ ഇവിടെ അടുത്ത് വേറെ ഹോട്ടലുണ്ടോ? ഇല്ല, ഇത് ഞങ്ങളുടെ യുണീക് പേരാണ്. ഈ പേരിൽ ഞങ്ങളല്ലാതെ വേറെ ഒരു സ്ഥാപനവും ഇല്ല. ഇത് ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ഹോട്ടലാണ്. അവളുടെ ആ സംഭാഷണം കേട്ടതും ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റി അവളോട് പറഞ്ഞു, ഓക്കെ എനിക്ക് അപ്പോൾ ഹോട്ടൽ മാറിയതാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയ ക്രിസ്റ്റി അവന്റെ കാറിലേക്ക് കയറുമ്പോൾ അവന്റെ മനസ്സിൽ ആ ചോദ്യം ഇങ്ങനെ മുഴങ്ങുകയാണ്. റിവർ റിട്രീറ്റ് എന്ന പേര് എന്തിനാ പിന്നെ ആഡ്രിയൻ ഉപയോഗിച്ചത്? സെനോ ആർക്കിടെക്റ്റിലാണ് ആഡ്രിയൻ വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം ആഡ്രിയൻ ഒരിക്കൽ പറഞ്ഞത് ഇപ്പോഴാണ് ക്രിസ്റ്റിയുടെ മനസ്സിലേക്ക് വന്നത്. ക്രിസ്റ്റി ഉടൻ തന്നെ സിനോ ആർക്കിടെക്റ്റിന്റെ ഓഫീസിലെത്തി. അവിടെ റിസപ്ഷനിലെത്തിയ ക്രിസ്റ്റി അവിടെയുള്ള ആ പെൺകുട്ടിയോട് ചോദിച്ചു, എനിക്ക് നിങ്ങളുടെ ചീഫ് ആർക്കിടെക്റ്റ് ആഡ്രിയനെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. ക്രിസ്റ്റിയുടെ ചോദ്യം കേട്ടതും ഒരക്ഷരം പോലും മിണ്ടാതെ ക്രിസ്റ്റി തന്നെ അമ്പരം നോക്കുന്ന ആ കുട്ടിയോടായി ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു, എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? നിങ്ങൾ ശരിക്കും അദ്ദേഹത്തിന് ആരാണ്? ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. കുറച്ച് നാളുകളായി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കാണാന്ന് കരുതി ഇങ്ങോട്ട് വന്നതാണ്. പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കള്ളം ക്രിസ്റ്റി ആ പെൺകുട്ടിയോട് പറഞ്ഞു. അത് കേട്ടതും അവള് ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. അതിനുശേഷം അവളുടെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. അവളൊരു ഫോട്ടോ ക്രിസ്റ്റിയെ കാണിച്ചു. ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള്? അതെ, ഇത് തന്നെയാണ് ആഡ്രിയൻ. സുഹൃത്തെ, ഇദ്ദേഹം മരിച്ചിട്ട്
ഇപ്പോ 1.5 മാസമായി. ആഡ്രിയൻ മരിച്ചു എന്ന് ആ പെൺകുട്ടി പറഞ്ഞതും ക്രിസ്റ്റി ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് ശരിയാണോ? ഏയ്, ഞാനെന്തിനെ കള്ളം പറയണം? അല്ല, എങ്ങനെയാ മരിച്ചത്? അദ്ദേഹം ഒരു യാത്രയ്ക്ക് പോയപ്പോഴാണ് ഒരു ആക്സിഡന്റ് ഉണ്ടായത്. ഒരു ട്രക്ക് അദ്ദേഹത്തിന്റെ കാറിലേക്ക് ഇടിച്ചു കയറിയതാണ്. ആ കുട്ടിയിൽ നിന്ന് കുറച്ച് വിശദാംശങ്ങൾ കൂടി ക്രിസ്റ്റി കളക്ട് ചെയ്തു. ക്രിസ്റ്റി അവിടെ നിന്ന് നേരെ പോയത് പള്ളിയിലേക്കാണ്. പള്ളിയിലെത്തിയ ക്രിസ്റ്റി നേരെ മിഖേൽ അച്ഛന്റെ മുറിയിലെത്തി. ക്രിസ്റ്റി കണ്ടതും അച്ഛൻ ചോദിച്ചു, എന്താ ക്രിസ്റ്റി? അച്ഛാ, ഒരു കാര്യമുണ്ട്. ക്രിസ്റ്റിയുടെ മുഖത്തെ ആ ഒരു സീരിയസ്നെസ് വായിച്ചെടുത്ത മിഖേൽ അച്ഛൻ വളരെ ഗൗരവത്തോടെ മേശയുടെ അടുത്ത് നിന്നിരുന്നു. ക്രിസ്റ്റി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനിന്ന് ഒരു സ്ഥലം വരെ പോയിരുന്നു. എവിടെ? ഞാൻ നമ്മുടെ ആഡ്രിയന്റെ വർക്കിംഗ് പ്ലേസിലേക്കാണ് പോയത്. അവൻ അന്ന് കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞിട്ട് ലാസ്റ്റിൽ ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞു. അത് കേട്ടപ്പോ അച്ഛൻ നിശബ്ദനായി ക്രിസ്റ്റി തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മിഖേൽ അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, ഇത് ശരിക്കും കുഴപ്പിക്കുന്ന ഒരു വിഷയമാണ്. ആഡ്രിയൻ ജീവനോടെ നമ്മുടെ മുന്നിൽ വരികയും പോവുകയും ചെയ്തത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ ആഡ്രിയൻ 1.5 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളാണെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ? നീ അന്ന് പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാലോ? അച്ഛോ, എന്ത് കാര്യമാ? ക്രിസ്റ്റി, നീ പറഞ്ഞില്ലേ നിന്റെ വീടിന്റെ മുകളിൽ നിന്ന് ഒരു വവ്വാല് പറന്നു പോകുന്നത് നീ കണ്ടു. ആ വവ്വാല് എവിടേക്കാണ് പറന്നതെന്ന് എനിക്കറിയാവോ? അച്ഛാ, എനിക്ക് തോന്നുന്നത് ആ കാസിലില്ലേ അതിന്റെ നേരെ പറന്നു എന്നാണ്. അങ്ങനെ ക്രിസ്റ്റി പറഞ്ഞപ്പോ അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊരു 1 മണി കഴിയുമ്പോൾ ആ കാസലിന്റെ അടുത്ത് വരെ ഒന്ന് പോവാം. അത് ബ്ലാക്ക് ട്രീയുടെ കൊട്ടാരമല്ലേ? അതെ ക്രിസ്റ്റി, നമുക്ക് എന്തായാലും അതൊരു പോവാം. അങ്ങനെ ക്രിസ്റ്റിയോട് അച്ഛൻ പറഞ്ഞതും ക്രിസ്റ്റി വീട്ടിലേക്ക് വിളിച്ച് നദിയോട് അവൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയുകയും ചെയ്തു. സമയം അങ്ങനെ കടന്നു പോകുന്നതിനിടയിൽ സന്ധ്യയായി. കുറച്ച് കഴിഞ്ഞപ്പോ രാത്രി 12 മണിയായി. ആ സമയത്ത് അച്ഛനും ക്രിസ്റ്റിയും അവരുടെ പള്ളിയിൽ നിന്ന് ക്രിസ്റ്റിയുടെ ആ വീടിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുകയാണ്. അച്ഛന്റെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഉണ്ട്. അച്ഛനൊരു ഏകദേശ വിവരമുണ്ട് ക്രിസ്റ്റിയുടെ വീട് എവിടെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച്. സമയം 12:45. അപ്പോഴാണ് അച്ഛന്റെ കണ്ണിൽ അച്ഛൻ ആ കാഴ്ച കാണുന്നത്. ഒരു കൂറ്റൻ വവ്വാല് ക്രിസ്റ്റിയുടെ വീടെന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് നേരെ കിഴക്കോട്ട് അങ്ങനെ പറക്കുകയാണ്. ആ വവ്വാല് പറന്ന് അച്ഛന്റെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായതും അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, നമുക്ക് കാസിലേക്ക് പോവാം. അച്ഛനും ക്രിസ്റ്റിയും ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും പള്ളിയിൽ നിന്ന് ആരും അറിയാതെ സാവധാനം പുറത്തേക്ക് നീങ്ങി. ക്രിസ്റ്റിയുടെ കാറിൽ അച്ഛനും ക്രിസ്റ്റിയും കൂടി ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കാസിൽ ഇരിക്കുന്ന ഭാഗത്തെത്തി. അങ്ങ് ദൂരെ നിന്ന് അവർക്ക് കാസിൽ കാണാം. കാസിൽ അവരുടെ കണ്ണിൽ പെട്ടതും അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, നീ വണ്ടി ഇവിടെ ഇങ്ങനെ ഒതുക്ക്. ക്രിസ്റ്റി അവിടെ മരങ്ങൾക്കിടയിലായി ആ വാഹനം ഒതുക്കി. റോഡിലൂടെ പോകുന്ന ആർക്കും തന്നെ ഇപ്പൊ അവരുടെ വാഹനം കാണാൻ പറ്റില്ല. അത് ഉറപ്പാക്കിയതിനു ശേഷം അച്ഛനും ക്രിസ്റ്റിയും കൂടി ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി. അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, ഒരു ശ്രദ്ധ എപ്പോഴും വേണം. ഞാൻ നിനക്ക് നൽകിയ ആ കുരിശില്ലേ, അത് നീ കയ്യിലെടുത്തു. ക്രിസ്റ്റി ആ കുരിശ് കയ്യിലെടുത്തു. അച്ഛൻ അച്ഛന്റെ കുരിശും പിടിച്ചിട്ടുണ്ട്. അവർ രണ്ടും കൂടി വളരെ ശ്രദ്ധിച്ച് ആ കാസലിന്റെ ഭാഗത്തേക്ക് നടന്നു. റൊമാനിയ ഭരിച്ചിരുന്ന ബ്ലാക്ക് ട്രീയുടെ ആ കൊട്ടാരം ഒരുപാട് ദുരൂഹതകൾ ഉണർത്തുന്ന ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലേക്കാണ് ആ രാത്രി മിഖേൽ അച്ഛനും ക്രിസ്റ്റിയും കൂടി സാവധാനം നടന്നു ചെല്ലുന്നത്. ശരിക്കും ഒരു മലയുടെ മുകളിലാണ് ആ കൊട്ടാരം കെട്ടി ഉയർത്തിയിരിക്കുന്നത്. അച്ഛനും ക്രിസ്റ്റിയും കൂടി പടിക്കെട്ടിൽ കയറി മുകളിലെത്തി. രണ്ടുപേരും ചുറ്റും ഒന്ന് നോക്കിയതിനു ശേഷം പൂർണ്ണ നിശബ്ദതയിൽ കാൽപാദങ്ങൾ പതിയുന്ന ശബ്ദം പോലും ഉണ്ടാക്കാതെ സാവധാനം കൊട്ടാരത്തിന്റെ അകത്തേക്ക് കടന്നു. പകൽ പോലും ആ കൊട്ടാരത്തിനകത്തേക്ക് കടക്കാൻ ആളുകൾക്ക് ഭയമുണ്ട്. ആ സമയത്താണ് രാത്രി അവർ രണ്ടും കൂടെ കടക്കുന്നത്. ക്രിസ്റ്റിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ ആ 2ാമത്തെ നിലയുടെ ഇടതുഭാഗത്ത് കാണുന്ന ബാൽക്കണിയുടെ നേരെ നടക്കുന്നതാണ് ക്രിസ്റ്റി കാണുന്നത്. അച്ഛനെ അനുഗമിച്ച് ക്രിസ്റ്റി അച്ഛന്റെ പുറകിലെത്തുമ്പോൾ അച്ഛൻ ആ ബാൽക്കണിയുടെ ഭാഗത്ത് ഒന്ന് കുനിഞ്ഞ് അവിടെയുള്ള ചെറിയ ഹാളിലൂടെ താഴേക്ക് നോക്കുന്ന കാഴ്ചയാണ് ക്രിസ്റ്റി കാണുന്നത്. താഴേക്ക് നോക്കുമ്പോൾ ക്രിസ്റ്റി അതിവിശാലമായ ഒരു ഹാളാണ് കാണുന്നത്. അവിടെ ഒരു ലൈറ്റ് കത്തി നിൽപ്പുണ്ട്. അതിൽ നിന്നുള്ള പ്രകാശം ആ ഹാളിൽ അങ്ങനെ നിറഞ്ഞു വീഴുകയാണ്. ആ പ്രകാശത്തിലൂടെ ക്രിസ്റ്റിയുടെ കണ്ണിങ്ങനെ താഴേക്ക് വരുമ്പോൾ ക്രിസ്റ്റി ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അവൻ അറിയാതെ അവൻ അച്ഛനങ്ങ് പിടിച്ചുപോയി. താഴെ അവൻ കാണുന്നത് ഒരു വലിയ രാജ സദസ്സാണ്. അവിടെയുള്ള പ്രധാന സിംഹാസനത്തിൽ ഒരു മനുഷ്യൻ അങ്ങനെ നീണ്ടു നിവർന്ന് ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ സിംഹാസനത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി ആളുകളുണ്ട്. ഈ ആളുകളുടെ പുറകിലായി സൈനിക യൂണിഫോം അണിഞ്ഞ ആളുകൾ നിരന്നു നിൽക്കുകയാണ്. ഈ ആളുകൾക്കും രാജാവിനും ഇടയിലുള്ള ആ വലിയ ചതുരാകൃതിയിലുള്ള പ്ലേസിൽ 2 തൂണുകൾ നിൽപ്പുണ്ട്. ആ തൂണുകളിൽ ചങ്ങലകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ചങ്ങലകളിലേക്ക് പാത്രത്തിൽ കയറ്റി നിർത്തിയ ആളുടെ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടു. ശരിക്കും അയാള് കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട നിലയിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ അടുത്തേക്ക് വന്നു. അയാളുടെ കയ്യിൽ ഒരു വാളുണ്ട്. ആ വാള് അയാളുടെ ഒരു പ്രത്യേക രീതിയിൽ ആ ചെറുപ്പക്കാരന്റെ പുറത്തൂടെ അങ്ങനെ വരച്ചു. അങ്ങനെ വരച്ചു കഴിഞ്ഞതും
നേരത്തെ ആ വ്യക്തിയെ അവിടെ കൊണ്ട് നിർത്തിയ ആളുകൾ അയാളുടെ ഇടതുവശത്തും വലതുവശത്തുമായി എത്തി. അവര് ആ എക്സ് പോലെ വരയ്ക്കപ്പെട്ട ആ ബോഡിയിലെ ആ മുറിവുകളിൽ ഒന്ന് തൊട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തും തൊലി അവരുടെ കയ്യിലേക്ക് വന്നു. അവരാ തൊലി രണ്ട് ഭാഗത്തേക്കും അങ്ങനെ വലിച്ചു തുടങ്ങി. ഈ സമയത്തൊക്കെ ആ ചെറുപ്പക്കാരൻ ശരിക്കും ഹൃദയം പൊട്ടുന്ന ശബ്ദത്തിൽ ഉറക്കെ കരയുകയാണ്. അവന്റെ നെഞ്ചിലുള്ള ആ തൊലി അങ്ങനെ വലിച്ച് കീറിയെടുത്തു കഴിഞ്ഞതും ആ വാള് ഉപയോഗിക്കുന്ന വ്യക്തി ആ മനുഷ്യന്റെ മുതുകു ഭാഗത്ത് അതുപോലെ ഒരു ഗുണനച്ചിഹ്നം ഇട്ടു. അവിടെ നിന്നും തൊലി വലിച്ചിളക്കി. ശരിക്കും വേദന കൊണ്ട് അവൻ പൊളയുന്നത് അവൻ അനുഭവിക്കണമെന്ന് നിർബന്ധ ബുദ്ധി ഈ കൃത്യം ചെയ്യുന്ന സമയത്ത് വ്ളാഡ് 3 ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. കഴുത്തിന് താഴോട്ടുള്ള തൊലികൾ മുഴുവൻ ഇളക്കി മാറ്റിയതിനു ശേഷം അവര് മുഖത്തേക്ക് കടന്നു. അങ്ങനെ ആ മുഖത്ത് തൊലി കൊണ്ട് നമ്മൾ കാണുന്ന എല്ലാ ഭാഗങ്ങളും ഇളക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ ദയനീയമായ കരച്ചിൽ കേൾക്കാം. ഇതിനിടയിൽ അവന്റെ ബോഡിയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തം അവൻ നിൽക്കുന്ന പാത്രത്തിനകത്ത് അങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. അവന്റെ ശിക്ഷ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരാളെ രാജ സദസ്സിലേക്ക് കൊണ്ടുവന്നു. അവന്റെ കുറ്റം ഉറക്കെ വായിച്ചു കേൾപ്പിച്ചു. പ്രഭു, ഇവൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത ഇവൻ ഇതേ ശൈലിയിൽ അനവധി സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റപത്രം അവിടെ വായിച്ചു കേട്ടതും വ്ളാഡ് 3 മുഖം വലിഞ്ഞു മുറുകി. പക്ഷെ അടുത്ത നിമിഷത്തിൽ വ്ളാഡ് 3 മന്ത്രിമാരെ നേരെ നോക്കി. അതിൽ ഏറ്റവും മുന്നിലിരിക്കുന്ന ആള് രാജാവിനോട് പറഞ്ഞു, പ്രഭു, ഇവന് പരമാവധി ശിക്ഷ കൊടുക്കുക തന്നെ വേണം. മറ്റുള്ള ആളുകളൊക്കെ അതേ ശൈലിയിൽ സംസാരിച്ചതും രാജാവ് ശിക്ഷ വിധിച്ചു. ഇവരെ തലകീഴായി കെട്ടിത്തൂക്കി 1001 സാക്ഷികൾക്ക് വിധേയനാക്കുക. കേൾക്കേണ്ട താമസം അവനെ നേരത്തെ കണ്ട പ്ലാറ്റ്ഫോമിന്റെ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു വലിയ പാത്രമുണ്ട്. ആ പാത്രത്തിനകത്തേക്ക് അവനെ കയറ്റി നിർത്തുമ്പോൾ അവന്റെ ഇരുഭാഗത്തുമുള്ള തൂണുകളിലെ ചങ്ങലകളിൽ അവൻ ബന്ധിക്കപ്പെട്ടു. അടുത്ത നിമിഷത്തിൽ ആ ചങ്ങലകൾ ഒന്ന് വലിക്കപ്പെട്ടതും അവൻ നേരെ തല കുത്തനെ അങ്ങനെ നിൽക്കുകയാണ്. തല കുത്തനെ ആ വ്യക്തി അങ്ങനെ എത്തിയതും വാള് കൈവശമുള്ള ആള് അവിടേക്ക് എത്തി. അയാൾ ആദ്യം ചെയ്തത് അവന്റെ ഉള്ളംകാലിൽ ഒരു മുറിവുണ്ടാക്കുക എന്നുള്ളതാണ്. ഉള്ളംകാലിന്റെ അടിയിൽ ഒരു മുറിവുണ്ടായാൽ വൻതോതിൽ ചോര പൊട്ടിയൊലിക്കാൻ അത് ഇടവരുന്നു. ചോര കൂടുകൂടാ താഴേക്ക് ഒഴുകുന്ന ആ കാഴ്ച ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ വ്യക്തി അവന്റെ കാലിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ വരയുകയാണ്. അങ്ങനെ വരയുമ്പോൾ ആരോ ഒരാൾ ഉറക്കെ എണ്ണുന്നുണ്ട്. ഏതാണ്ട് കഴുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ 900 ചില്ലാനം കട്ടായി. 1001 കട്ടുകളും പൂർത്തീകരിക്കുമ്പോൾ ആ എല്ലാ മുറിവിലൂടെയും ചോര ഇങ്ങനെ ഒലിച്ച് താഴേക്ക് ഇറങ്ങിയാണ്. അപ്പോഴാണ് മൂന്നാമത്തെ ആള് അവിടേക്ക് കൊണ്ടുവന്നത്. അവന്റെ പേരിലുള്ള കുറ്റം ഒരു കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞു എന്നുള്ളതാണ്. അവനുള്ള ശിക്ഷ അവന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാനാണ് വ്ളാഡ് 3 ആവശ്യപ്പെട്ടത്. അവനെയും പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു, കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. ഇപ്പോ ക്രിസ്റ്റിയുടെയും അച്ഛന്റെയും ഹൃദയങ്ങൾ പടപട ഇടിക്കുകയാണ്. അവര് താഴെ കാണുന്നത് റൊമേനിയ ഭരിച്ചിരുന്ന ആ രാജാവിനെയും അദ്ദേഹത്തിന്റെ രാജ സദസ്സിനെയുമാണ്. പക്ഷെ കൊല്ലപ്പെടുന്ന ആളുകളാണെങ്കിലോ ഇപ്പോ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളും. ഇപ്പോഴാണ് ഒരു കാര്യം ക്രിസ്റ്റി കൃത്യമായി ശ്രദ്ധിക്കുന്നത്. രാജാവിന്റെ മുഖത്തിന് ആഡ്രിയന്റെ നല്ല ചായയുണ്ട്. ഒരുപാട് കഥകൾക്ക് വിധേയമായ വളാച്ചി എന്ന രാജ്യം ഭരിച്ചെന്ന വ്ളാഡ് 3 ആഡ്രിയന്റെ മുഖമാണ് ഉള്ളതെന്ന് ഇപ്പോഴാണ് ശരിക്കും ക്രിസ്റ്റി തിരിച്ചറിയുന്നത്. ക്രിസ്റ്റിയുടെ അവസ്ഥ മനസ്സിലാക്കിയ മിഖേല് ക്രിസ്റ്റിയുടെ തോളിലും തൊട്ടു. അവര് ഒന്ന് നിശ്വസിച്ചാൽ ആ ശബ്ദം പുറത്തേക്ക് വന്നാൽ പോലും അവർ പിടിക്കപ്പെടും എന്നതാണ് അവസ്ഥ. അവിടെ ആ വിചാരണ അങ്ങനെ നടക്കുമ്പോൾ മിഖേൽ അച്ഛൻ ക്രിസ്റ്റിയോട് പതുക്കെ കൈ കാണിച്ചു. അദ്ദേഹത്തെ ഫോളോ ചെയ്യാനാണ് ക്രിസ്റ്റിയോട് പറഞ്ഞത്. ക്രിസ്റ്റി ശബ്ദമുണ്ടാക്കാതെ അച്ഛനെ പിന്തുടർന്ന് 1ാമത്തെ നിലയിലേക്കും അവിടെ നിന്ന് പൂമുഖത്തേക്കും തുടർന്ന് പടിക്കെട്ട് വഴി താഴെയെത്തി. കാറിലേക്ക് മിഖേൽ അച്ഛനൊപ്പം ശരിക്കും അതിവേഗം ഓടി ക്രിസ്റ്റി കാറിലേക്ക് കയറി എന്ന് പറയാം. കാർ സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി ദൂരെ എത്തിയപ്പോഴാണ് ക്രിസ്റ്റി ആ ചോദ്യം ചോദിച്ചത്. അശോ, ആ ആളുകളേക്ക് ശിക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ അച്ഛോ എന്തിനാ അച്ഛോ അവരെ രക്തം കളക്ട് ചെയ്യുന്നത്? ക്രിസ്റ്റി, നീ കണ്ട കാഴ്ച 2 കാലഘട്ടങ്ങളെ സംയോജിപ്പിക്കുന്നതാണ്. അവിടെ കൊല്ലപ്പെട്ട ആളുകളെല്ലാം എനിക്കറിയാവുന്ന ആളുകളാണ്. പക്ഷേ കൊല്ലാൻ ഉത്തരവിട്ടതും കൊന്നതും ഈ ഭൂമിയിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളെ അല്ല. ക്രിസ്റ്റി അമ്പരപ്പോട് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ പറയുന്നത് 15ാം നൂറ്റാണ്ടിലെ ആളുകളും ഈ 21ാം നൂറ്റാണ്ടിലെ ആളുകളും ഒന്നിച്ച് ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നാണോ? ക്രിസ്റ്റി, അതാണ് സംഭവിക്കുന്നത്. അതെങ്ങനെ സാധ്യമാകും? ക്രിസ്റ്റി, അതിന്റെ ഉത്തരമാണ് ആ കളക്ട് ചെയ്യപ്പെടുന്ന രക്തം. അതാണ് അവരുടെ ഈ ദീർഘകാലത്തെ ജീവിതത്തിന്റെ അടിസ്ഥാനം. ക്രിസ്റ്റി, ലോണ ശരിക്കും അപകടത്തിലാണ്. അച്ഛൻ പറയാതെ തന്നെ ഇപ്പോ അങ്ങനെ ഒരു ചിന്ത ക്രിസ്റ്റിയുടെ മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പോഴും ക്രിസ്റ്റിക്ക് ദഹിക്കാത്ത ഒരു കാര്യമുണ്ട്. ആഡ്രിയന്റെ രൂപം വ്ളാഡ് 3 എങ്ങനെ വന്നു എന്നുള്ളത് ക്രിസ്റ്റി അക്കാര്യം അച്ഛനോട് പറഞ്ഞതും അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, ഡ്രാക്കുള എന്നറിയപ്പെടുന്ന വ്ളാഡ് 3 ആഡ്രിയൻ തന്നെയാണ്. അച്ഛൻ അങ്ങനെ തീർത്തു പറഞ്ഞെങ്കിലും
ക്രിസ്റ്റിക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തൊക്കെ ഒരു കൺഫ്യൂഷൻ വരികയാണ്. ജീവിച്ചിരിക്കാത്ത ഒരാള് എങ്ങനെ രാത്രിയിൽ അവർക്കൊപ്പം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഡിന്നർ കഴിക്കും? എന്തായാലും മിഖേൽ അച്ഛനുമായി പള്ളിയിൽ മടങ്ങിയെത്തുമ്പോൾ ക്രിസ്റ്റിയും മിഖേൽ അച്ഛനും ഈ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്തു തുടങ്ങി. ലോണയും നദിയയും അപകടത്തിലാണ്. അവർക്കിപ്പോ മനസ്സിലായ കാര്യം സത്യമാണെങ്കിൽ ഡ്രാക്കുള തന്നെയാണ് ആഡ്രിയൻ. ഇപ്പോ ക്രിസ്റ്റിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. പക്ഷെ അതെങ്ങനെ ലോണയോടും നദിയോടും പറയും? പറഞ്ഞതിനെ അവർ വിശ്വസിക്കൂ. അത് മാത്രമല്ല, ആ കാര്യം അയാൾ റിവീൽ ചെയ്യുമ്പോൾ അത് അവർ വല്ലാത്ത ഷോക്ക് ഉണ്ടാക്കുകയും ചെയ്യും. ക്രിസ്റ്റി ഈ കാര്യങ്ങളൊക്കെ മിഖേൽ അച്ഛനോട് പങ്കുവെക്കുകയും ചെയ്തു. മിഖേൽ അച്ഛനും അത് ആലോചിക്കുന്നുണ്ട്. അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, തൽക്കാലം ലോണയോട് നീ കാര്യമൊന്നും പറയണ്ട, പക്ഷേ നദിയോട് പറയണം. നദിയോട് പറയണമെന്ന് ഞാൻ പറയാൻ ഒരു കാര്യം. എന്താ വെച്ചാൽ അത്, നീ നദിയുടെ കണ്ണുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നദിയുടെ കണ്ണുകളിൽ നീ എന്തെങ്കിലും പ്രത്യേകതകൾ കണ്ടിട്ടുണ്ടോ? പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ അച്ഛൻ, നദിയുടെ കണ്ണിന് ഒരു ചുവന്ന നിറമുണ്ട്. നമ്മുടെ കണ്ണ് പോലെ അല്ല. അവളുടെ ആ കണ്ണിലെ ചുവപ്പ് ഡോക്ടറെ കാണിക്കാനായി ഞാൻ തന്നെ അവളെയും കൊണ്ട് പോയിട്ടുണ്ട്. ഡോക്ടർ കുഴപ്പമില്ല എന്നാണ് അന്ന് പറഞ്ഞത്. ക്രിസ്റ്റി, അവളുടെ കണ്ണുകളിൽ കാണുന്ന ആ ചുവപ്പ് ഒരു അടയാളമാണ്. അവളെ ശരിക്കും വാമ്പയറാക്കി കൺവെർട്ട് ചെയ്യാൻ പറ്റും ഡ്രാക്കുള വിചാരിച്ചാൽ. അച്ഛൻ എന്താ പറയുന്നത്? അതെ ക്രിസ്റ്റി, നദിയെ തേടിയാണ് യഥാർത്ഥത്തിൽ ആഡ്രിയൻ നിങ്ങളുടെ വീട്ടിൽ എത്തിയത്. മിഖേൽ അച്ഛൻ അത് പറഞ്ഞപ്പോഴാണ് നദിയെ പറഞ്ഞൊരു സംഭവം കൃഷ്ണ മനസ്സിലേക്ക് വരുന്നത്. ശരിക്കും നദിയെയും ലോണയും രാത്രി ഒരു പാർട്ടി പങ്കെടുക്കുമ്പോൾ വളരെ യാദൃശ്യവശാലാണ് ആഡ്രിയനുമായി നദിയ പരിചയപ്പെടുന്നത്. സംസാരിച്ചപ്പോ രണ്ടുപേർക്ക് ഒരേ വേവ് ലെങ്ത്. നേരം പുലർന്നപ്പോ വീട്ടിൽ വെച്ച് ലോണയോട് അവള് ആ കാര്യം പറയാൻ പോയപ്പോ ലോണ നദിയോട് പറഞ്ഞു, നദിയ, ഞാൻ ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. എനിക്ക് ഒരു ഇഷ്ടം അയാളോട് തോന്നുകയാണ്. ഹേയ് ലോണ, അത് കൊള്ളാല, ആരാത്? നീയും കണ്ടു, നീ സംസാരിച്ചു. ഒരു ആഡ്രിയനല്ലേ? ആ ആഡ്രിയന് എനിക്കങ്ങ് ഇഷ്ടമായി. താൻ എന്താണോ പറയാൻ പോയത് ആ വാചകം അവളുടെ ചേച്ചി കൂടിയായ ലോണ നദിയോട് പറഞ്ഞപ്പോ നദിയ അവൾ പറയാൻ വന്ന കാര്യം അവിടെ അങ്ങ് നിർത്തി. ആ നിമിഷം മുതൽ നദിയ ലോണയും ആഡ്രിയനെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെയാണ് ലോണയും ആഡ്രിയനും തമ്മിലുള്ള വിവാഹം നടന്നത്. ഈ കാര്യം നദിയ ക്രിസ്റ്റിയോട് ഈ അടുത്ത കാലത്താണ് പറയുന്നത്. ക്രിസ്റ്റി ആ കാര്യം മിഖേൽ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, നദിയുടെ കഥയിൽ ഒരു പിശകുണ്ട്. അതെന്തോ വെച്ചാൽ അങ്ങനെ പറഞ്ഞ? നദിയ പറഞ്ഞത് നദിയയ്ക്ക് ആഡ്രിയന് ഇഷ്ടമായി എന്നല്ലേ? എന്നാൽ കഥ അങ്ങനെ അല്ല. ശരിക്കും ആഡ്രിയൻ നദിയെ സ്വന്തമാക്കാനായി അവളുടെ മുന്നിലേക്ക് വന്നതാണ്. പക്ഷെ അവൻ പോലും വിചാരിക്കാത്ത ശൈലിയിൽ ലോണ കയറി ഗോൾ അടിച്ചപ്പോൾ നദിയെ വിവാഹം കഴിക്കാൻ അവന് പറ്റാതെ പോയതാണ്. നദിയെ കൊല്ലാനായിരുന്നെങ്കിൽ അവന് എളുപ്പം പറ്റിയനെ. അവന് വേണ്ടത് അതല്ല, അവന്റെ കമ്പാനിയൻ ആകാൻ പറ്റിയ ഒരാളാണ്. ഈ ഭൂമിയിൽ വളരെ അപൂർവം ആളുകൾക്ക് വാമ്പയർ ആകാനുള്ള ആ രക്തം ജന്മന ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള ഒരാളാണ് നദിയ. നദിയുടെ കണ്ണുകളിൽ നിന്ന് അത് കൃത്യമായും ആഡ്രിയൻ വായിച്ചെടുത്തിട്ടുണ്ട്. നദിയിലേക്ക് എത്താനുള്ള ഒരു പാലം, അതാണ് ലോണ. അല്ലെങ്കിൽ അയാൾ എന്നേ ലോണയെ കൊന്നനെ. അപ്പോ ലോണയെ ആഡ്രിയൻ ഒന്നും ചെയ്യില്ലേ? അങ്ങനെയല്ല. ഇന്ന് ഏതാ ദിവസം എന്ന് എനിക്ക് അറിയാമല്ലോ. 2 ദിവസം കഴിയുമ്പോൾ അമാവാസ്യ എത്തുകയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഡ്രാക്കുള കാത്തിരിക്കുന്ന ദിവസം. അന്ന് അയാള് നദിയുടെ കഴുത്തിൽ കടിച്ചാൽ നദിയ ആ നിമിഷം അയാളുടെ വാമ്പയർ സഖിയായി മാറും. അതിനു മുമ്പ് ലോണ ഈ ലോകത്തു നിന്ന് വിടവാങ്ങിക്കാണും. ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഇപ്പോ മിഖേൽ അച്ഛനിൽ നിന്ന് ക്രിസ്റ്റി കിട്ടിയത്. ഈ കഴിഞ്ഞ 24 മണിക്കൂറും താൻ അറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ക്രിസ്റ്റിയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വളരെ വലിയൊരു അപകടത്തിന്റെ മുന്നിലാണ് അവന്റെ കസിൻസ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ 2 കസിൻസും കൊല്ലപ്പെടാൻ പോവുകയാണ്. അതിനിടയിൽ എന്തെങ്കിലും താൻ ചെയ്തേ പറ്റൂ. തന്റെ ജീവൻ കളഞ്ഞും ആ പെൺകുട്ടികളെ താൻ രക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. ക്രിസ്റ്റി ആ കാര്യം മിഖേൽ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, നമ്മള് ഡ്രാക്കുളയുടെ രാത്രിയുള്ള ലൈഫേ കണ്ടുള്ളൂ. പകല് ആഡ്രിയന്റെ വേഷത്തിലുള്ള ഡ്രാക്കുള എവിടെയാണെന്ന് നമ്മൾ അറിയണം. അതറിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആഡ്രിയനെ തളയ്ക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, പകല് നിനക്ക് ഡ്രാക്കുളയെ പേടിക്കേണ്ട കാര്യമില്ല. നിന്റെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ആഡ്രിയൻ കൊല്ലപ്പെട്ട ആ ആക്സിഡന്റ് അത് യഥാർത്ഥത്തിൽ ഡ്രാക്കുളയുടെ സൃഷ്ടിയാകും. ആഡ്രിയന്റെ ബോഡിയിൽ കയറിപ്പറ്റിയിരിക്കുന്ന ഡ്രാക്കുളയെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം നീ മറക്കാതിരിക്കുക. നമുക്ക് അയാൾ കയറിപ്പറ്റിയിരിക്കുന്ന ആ ബോഡി മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ. ഡ്രാക്കുള ആ ബോഡിയിൽ നിന്ന് പുറത്ത് ചാടും. പക്ഷെ നമുക്ക് തൽക്കാലം നദിയെയും ലോണയെ രക്ഷിക്കാൻ ആ ഒരു മാർഗമേ ഉള്ളൂ. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ നീ ആഡ്രിയനെ ഒന്ന് തിരക്ക്. ഉറപ്പായും ആഡ്രിയൻ ആ കോട്ടയിൽ എവിടെയെങ്കിലും കാണും. ശരിക്കും ഈ സംഭാഷണം നടക്കുമ്പോഴേക്കും നേരം പരപരാ വെളുത്തു തുടങ്ങി. അച്ഛനോട് യാത്ര പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തപ്പോൾ നദിയും ലോണയും നല്ല ഉറക്കത്തിലാണ്. എന്തായാലും അവിടെ ആഡ്രിയന്റെ വണ്ടിയില്ല. ആഡ്രിയൻ രാവിലെ തന്നെ പോയെന്ന് വ്യക്തമാണ്.
അവിടെ എത്തി ബെല്ലടിച്ചതും വാതിൽ തുറന്നത് നദിയാണ്. നദിയ ക്രിസ്റ്റി കണ്ടതും അവനോട് ചോദിച്ചു, ഡാ നീ ഈ രാത്രി ഇവിടെ പോയിരുന്നു? നദിയ, അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞ ക്രിസ്റ്റി അവന്റെ മുറിയിലേക്ക് കടന്നു. അന്ന് രാത്രി ക്രിസ്റ്റി ഡൈനിങ് റൂമിൽ വരുമ്പോൾ ലോണയും നദിയും ആൻഡ്രിയനും അവിടെ ക്രിസ്റ്റി കാത്തിരിക്കുകയാണ്. ആൻഡ്രിയന്റെ നേരെ എതിരെയുള്ള സീറ്റിലാണ് ക്രിസ്റ്റി ഇരുന്നത്. ക്രിസ്റ്റിയുടെ മുഖത്ത് എന്തെന്ന് വിഭജിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവമാണുള്ളത്. നേരെ എതിരെ ഇരിക്കുന്ന ആള് 1.5 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളാണെന്ന് ഒരു ബോധ്യം ക്രിസ്റ്റിക്കുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ക്രിസ്റ്റി അവര് 3 പേരോടായി പറഞ്ഞു, പിന്നെ ഇന്ന് രാത്രി ഞാനിവിടെ കാണില്ല കേട്ടോ. അതെന്താ ക്രിസ്റ്റി? ആൻഡ്രിയനാണ് ചോദിച്ചത്. ആൻഡ്രിയൻ, ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് കുറച്ച് ബാൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. അവര് ചിലരൊക്കെ രാത്രി എന്നെ കാണാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവരൊരു വലിയ ടീമാണ്. ക്രിസ്റ്റിയുടെ സ്വഭാവത്തെക്കുറിച്ച് നദിക്കും അതുപോലെ ലോണയ്ക്കും അറിയാം. ലോണ ആൻഡ്രിയനോട് പറഞ്ഞു, ആൻഡ്രിയൻ ഇത് കേട്ട് ഞെട്ടൊന്നും വേണ്ട. ഇവൻ ചില ദിവസമൊക്കെ പ്രാക്ടീസിന് പോയാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരത്തുള്ളൂ. അങ്ങനെ ലോണ പറഞ്ഞപ്പോൾ ആൻഡ്രിയന്റെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരി സ്വാഭാവികമായിട്ട് ക്രിസ്റ്റിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ക്രിസ്റ്റി അവന്റെ ബെഡ്റൂമിലേക്ക് നടക്കുന്നിടയിൽ തിരിഞ്ഞ് ഡൈനിങ് റൂമിലേക്ക് നോക്കി. ഡൈനിങ് റൂമിലേക്ക് ക്രിസ്റ്റി നോക്കുമ്പോൾ അകത്ത് കിച്ചണിൽ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കുന്ന നദിയെ തന്നെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ആൻഡ്രിയനെയാണ് ക്രിസ്റ്റി കണ്ടത്. ആൻഡ്രിയന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തിളക്കമുണ്ട്. അത് കണ്ടപ്പോൾ ക്രിസ്റ്റിക്ക് ആ രാത്രി അവിടെ നിന്ന് പോണോ എന്നുള്ളൊരു സംശയം പോലും ഉണ്ടായി. പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് വില കൊടുത്തും ക്രിസ്റ്റി ആൻഡ്രിയനെ ഫോളോ ചെയ്യുക തന്നെ വേണമെന്ന്. അതുകൊണ്ട് ക്രിസ്റ്റി വേഗം റെഡിയായി ക്രിസ്റ്റി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലോണ പുറത്തേക്ക് വന്നു. ലോണയെ കണ്ടതും ക്രിസ്റ്റി ലോണയെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ലോണയെ കെട്ടിപ്പിടിച്ച് ലോണയോട് താൻ ബാൻഡിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ആൻഡ്രിയന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. ലോണയെ ഹഗ് ചെയ്തതിന് ശേഷം ക്രിസ്റ്റി നേരെ പോയത് നദിയുടെ അടുത്തേക്കാണ്. നദിയെ ക്രിസ്റ്റി ഇങ്ങനെ ഹഗ് ചെയ്തപ്പോൾ ക്രിസ്റ്റിയുടെ കണ്ണുകൾ ആൻഡ്രിയന്റെ കണ്ണുകളെ ഒന്ന് വീക്ഷിച്ചു എന്ന് പറയാം. ആൻഡ്രിയന്റെ കണ്ണുകളിൽ ഒരു കോപം ഇരച്ചു കയറുന്നത് ക്രിസ്റ്റി കാണുകയും ചെയ്തു. ക്രിസ്റ്റി പെട്ടെന്ന് നദിയുടെ പുറത്തുനിന്ന് കൈയൊക്കെ എടുത്തുപോയി. കൈയെടുത്ത് ക്രിസ്റ്റി ആൻഡ്രിയനെ നോക്കി ഒന്ന് കൈ കാണിച്ചിട്ട് വേഗം നടന്നങ്ങ് പോയി. എന്തായാലും അവിടുന്ന് ക്രിസ്റ്റി മെയിൻ റോഡിലേക്ക് വാഹനം ഓടിച്ച് കയറ്റിയപ്പോഴാണ് ശരിക്കും അവനൊരു ആശ്വാസമായത്. ക്രിസ്റ്റി അവിടുന്ന് നേരെ പോയത് അവിടുത്തെ പ്രധാന ഹോട്ടലിനടുത്തേക്കാണ്. ആ ഹോട്ടലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് കാർ ഇട്ട ക്രിസ്റ്റി ആ കാറിനകത്തിരുന്ന് ഒന്ന് മയങ്ങി. അലാറം വെച്ചിട്ട് മയങ്ങുന്നത്. രാവിലെ 5 മണിക്കാണ് അവൻ അലാറം വെച്ചിരുന്നത്. 5 മണിയായതും ക്രിസ്റ്റി ആ ഹോട്ടലിന്റെ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ആ വാഹനം സ്റ്റാർട്ട് ചെയ്ത് യാത്ര തുടങ്ങി. ആ റോഡിലൂടെ ക്രിസ്റ്റിയുടെ കാറ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചില വാഹനങ്ങളൊക്കെ എതിരെ വരുന്നുണ്ട്. അങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്തപ്പോൾ അവന്റെ ശ്രദ്ധ മുൻഭാഗത്ത് കാണുന്ന ദിശ സൂചകങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞു. വലതു ഭാഗത്തേക്ക് ഒരു ആരോ മാർക്കുണ്ട്. പൊനേറിക് കാസിൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ക്രിസ്റ്റി വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു. പൊനേറിക് കാസിലിന്റെ ഭാഗത്തേക്ക്. ക്രിസ്റ്റി വളരെ സാവധാനമാണ് ഇപ്പോൾ വാഹനം ഓടിക്കുന്നത്. ആ പൊനേറിക് കാസിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അടുത്തെത്താറായപ്പോൾ ക്രിസ്റ്റി ആ വാഹനത്തിന്റെ ലൈറ്റ് ഓഫ് ചെയ്തു. ആ വാഹനത്തിന്റെ സ്വിച്ച് ഓഫ് ചെയ്ത ക്രിസ്റ്റി ആ വാഹനത്തിൽ അല്പനേരം അങ്ങനെ വെറുതെ ഇരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഭാഗത്ത് നന്നായി സൂര്യപ്രകാശം വീണു തുടങ്ങി. പകലായതിനു ശേഷമേ താൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമെന്ന് ഒരു തീരുമാനം ക്രിസ്റ്റി ഉള്ളിന്റെ ഉള്ളിൽ എടുത്തിരുന്നു. സൂര്യപ്രകാശം വീണ് അവിടെയൊക്കെ നല്ല പ്രകാശമായതും ക്രിസ്റ്റി ആ കാറിൽ നിന്ന് പുറത്തിറങ്ങി പതുക്കെ മുന്നോട്ട് നടന്നു തുടങ്ങി. ഒരു വളവ് കഴിഞ്ഞാൽ പിന്നെ പൊനേറിക് കാസിലാണ്. ക്രിസ്റ്റി നടന്ന് ആ വളവിന്റെ ഭാഗത്തെത്തിയപ്പോൾ പാർക്കിംഗ് ലോട്ടിൽ അവൻ ആ കാറ് കണ്ടു. ആൻഡ്രിയന്റെ ചുവന്ന നിറമുള്ള ആ ബീറ്റിൽ കാർ. ആ കാറ് കണ്ടതും അവൻ ചുറ്റും നോക്കി. അവിടെയൊന്നും ആരുമില്ല എന്ന് ബോധ്യമായതും അവൻ പതുക്കെ നടന്ന് ആ ബീറ്റിലിന്റെ അടുത്തെത്തി. അവൻ ആ കാറിനകത്തേക്ക് നോക്കിയപ്പോൾ കാറിനകത്ത് ആരുമില്ല. അകത്തുണ്ടായിരുന്ന ആൻഡ്രിയൻ കാറിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ക്രിസ്റ്റി ചുറ്റും നോക്കിയിട്ട് പതുക്കെ അവിടത്തെ സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ടെത്തി. ആൻഡ്രിയൻ അവിടെ എന്ത് ചെയ്യായിരിക്കും? ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോ ക്രിസ്റ്റിയുടെ മനസ്സിലുണ്ട്. ക്രിസ്റ്റിക്ക് പക്ഷേ ഒരു ധൈര്യക്കുറവ് അകത്തോട്ട് കടക്കാൻ. ക്രിസ്റ്റി അവിടേക്ക് ഒന്ന് കറങ്ങിയതിനു ശേഷം തിരിച്ച് അവന്റെ വാഹനത്തിൽ കയറി അച്ഛന്റെ അടുത്തെത്തി. അവൻ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൊനേറിക് കാസിലിന്റെ ആ പാർക്കിംഗ് ഏരിയയിൽ ആ ചുവന്ന ബീറ്റിലിട്ടതിന് ശേഷം ആൻഡ്രിയൻ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ആ കഥ കേട്ടതും അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, ആൻഡ്രിയൻ അവിടെ തന്നെ ഉണ്ട്. ആ കാസിലിനകത്ത് അവൻ ഉറങ്ങാനായി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ക്രിസ്റ്റിയുടെ ഭയം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്. ക്രിസ്റ്റി ഈ സമയത്ത് ആ കാസിലിനകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആൻഡ്രിയൻ അവന്റെ ആ ബോഡി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യും, ഞാൻ കൂടെ നിന്നോടൊപ്പം വരാം, നമുക്ക് ആ കാസിലേക്ക് വീണ്ടും ഒന്ന് പോകാം. അച്ഛൻ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്റ്റിക്കൊരു ധൈര്യവും ഉണ്ടായി. അങ്ങനെ ക്രിസ്റ്റിയും അച്ഛനും കൂടി അവരുടെ വാഹനത്തിൽ വീണ്ടും
ആ കാസിലെത്തി. കാസിൽ അവരെത്തുമ്പോൾ ആ ചുവന്ന ബീറ്റിലൂടെ കിടപ്പുണ്ട്. വാഹനം ഒതുക്കിയിട്ടതിന് ശേഷം അവർ രണ്ടുപേരും ആ കാസിലിന്റെ പടിക്കെട്ടിൽ കയറി മുകളിലേക്ക് എത്തി. ഇവിടെ എവിടെയാണ് ഈ ആഡ്രിയൻ ഉണ്ടാവുക? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടുപേരും ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറി. അച്ഛനും ക്രിസ്റ്റിയും കൂടി പതുക്കെ പതുക്കെ നടക്കുകയാണ്. നടക്കുന്ന അവരുടെ ലക്ഷ്യം അവിടെ എവിടെയെങ്കിലും ആഡ്രിയൻ കിടക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ഈ വ്ളാഡ് 3 ഡ്രാക്കുളയായി പരിണമിച്ച സമയത്ത് അയാളുടെ ബോഡി സംരക്ഷിച്ചിരുന്നത് ശവപ്പെട്ടികൾ ഉണ്ടാക്കി ശവപ്പെട്ടിക്കകത്ത് പ്രത്യേക മണ്ണ് നിറച്ച് ആ മണ്ണിൽ കിടന്നാണ്. അക്കാര്യം ഈ മിഖേൽ അച്ഛൻ അറിയാം. മിഖേൽ അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, ഇവർക്ക് ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ വേണം. ആ പ്രൊട്ടക്ഷൻ മണ്ണാണ്. ആ മണ്ണ് നിറച്ചിരിക്കുന്ന പെട്ടി ഇവരുടെ ആവശ്യമാണ്. നീ ആ പെട്ടി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. അങ്ങനെ അച്ഛൻ പറഞ്ഞതും ക്രിസ്റ്റിയും ആ പെട്ടി നോക്കി തുടങ്ങി. അവര് കയറിയ മുറികളിലൊന്നും തന്നെ ആ പെട്ടിയോ അതിന്റെ സംവിധാനങ്ങളോ ഇല്ല. അങ്ങനെയാണ് അവര് പടികൾ ഇറങ്ങി വിശാലമായ ഒരു തളത്തിലേക്ക് എത്തിയത്. ആ ഭാഗത്തേക്ക് അവർ ഇറങ്ങിയതും പെട്ടെന്നാണ് അവർ രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് വവ്വാലുകളുടെ ഒരു ചിറകടി ഉണ്ടായത്. ആ പറക്കൽ സ്വാഭാവികമായിട്ടും അച്ഛനെയും അതുപോലെ ക്രിസ്റ്റിയും ഞെട്ടിപ്പിച്ചു. കുറച്ച് സമയം വേണ്ടി വന്നു ക്രിസ്റ്റിക്കും അതുപോലെ അച്ഛനും ഒന്ന് നേരെയാവാൻ. ഹാളിൽ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും അതിനപ്പുറത്തേക്ക് അവർ കണ്ടില്ല. പക്ഷേ ആ ഹാളിനോട് ചേർന്ന് അനവധി മുറികളുണ്ട്. ആ മുറികൾ എല്ലാം പൂട്ടപ്പെട്ടിരിക്കുകയാണ്. ആ പൂട്ട് ശ്രദ്ധിച്ച അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, ഈ മുറികളൊന്നും ഉപയോഗിക്കുന്നില്ല, നീ ശ്രദ്ധിച്ചു നോക്ക്, ഏതെങ്കിലും മുറി ഉപയോഗിക്കുന്ന രൂപത്തിലുണ്ടോന്ന്. അങ്ങനെ അച്ഛൻ പറഞ്ഞതും ക്രിസ്റ്റി ഇടതുവശത്തുള്ള റൂമുകൾ നോക്കി തുടങ്ങി. അച്ഛൻ വലതു ഭാഗത്തുള്ളത്. പെട്ടെന്നാണ് ക്രിസ്റ്റിയുടെ മുന്നിൽ ഒരു മുറിയുടെ പ്രത്യേകത തെളിഞ്ഞു വരുന്നത്. അവിടെ ആ മുറിയുടെ പൂട്ട് ഇളകിയിരിക്കുകയാണ്. അത് കണ്ടതും ശബ്ദമുണ്ടാക്കാത്ത ക്രിസ്റ്റി നടന്ന് അച്ഛൻ്റെ അടുത്തെത്തി അച്ഛനോട് പറഞ്ഞു, അച്ഛ, അവിടെ ഒരു മുറിയുടെ പൂട്ട് ഇളകിയിട്ടുണ്ട്. അച്ഛൻ അത് കേട്ടതും ക്രിസ്റ്റിക്കൊപ്പം നടന്ന് ആ മുറിയുടെ അടുത്തെത്തി. ആ മുറിയിലെ പൂട്ട് മാത്രം ഇളക്കി വെച്ചിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട അച്ഛൻ ക്രിസ്റ്റിയെ ഒന്ന് നോക്കിയിട്ട് ശബ്ദമുണ്ടാക്കാതെ ആ വാതിൽ പതുക്കെ അകത്തോട്ട് തള്ളി. വാതില് തുറക്കുന്നുണ്ട്. വാതില് അങ്ങനെ തുറന്നു വരുമ്പോൾ പുറത്തു നിൽക്കുന്ന അവർക്ക് തന്നെ അകത്ത് ശവപ്പെട്ടികൾ നിരത്തി വെച്ചിരിക്കുന്ന കാണാം. വലിയ തടിയിലുള്ള ശവപ്പെട്ടികളാണ്. അച്ഛൻ ക്രിസ്റ്റി ഒന്ന് നോക്കിയിട്ട് ഒരു കയ്യിൽ കുരിശ് പിടിച്ചുകൊണ്ട് ആ മുറിക്കകത്തേക്ക് കടന്നു. ആ മുറിയിലെ ശവപ്പെട്ടികളൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ അടച്ചിരിക്കുന്ന ശവപ്പെട്ടികൾ നോക്കി മുന്നോട്ട് നടക്കുകയാണ് മിഖേൽ അച്ഛൻ. മിഖേൽ അച്ഛന്റെ തൊട്ടുപുറകിൽ ക്രിസ്റ്റിയും ഉണ്ട്. അച്ഛൻ ആ ശവപ്പെട്ടികളിലെ പൊടിയാണ് നോക്കുന്നത്. പൊടി ഇളകിയിട്ടുള്ള പെട്ടി ഉണ്ടോ എന്നാണ് അച്ഛന്റെ നോട്ടം. അച്ഛൻ അങ്ങനെ നോക്കി എത്തിയപ്പോൾ ഒരു പെട്ടിയുടെ മുകളില് പൊടി ഇല്ലാന്ന് തന്നെ പറയാം. അച്ഛൻ ക്രിസ്റ്റിയെ നോക്കിയിട്ട് ക്രിസ്റ്റിയോട് ആ പെട്ടിയുടെ മറുഭാഗത്തേക്ക് വരാൻ പറഞ്ഞു. കൈകൊണ്ട് ആക്ഷൻ കാണിച്ചാണ് അത് പറഞ്ഞത്. ക്രിസ്റ്റിക്ക് കാര്യം മനസ്സിലായി. ക്രിസ്റ്റി പെട്ടിയുടെ ഒരു ഭാഗത്തും അച്ഛൻ മറുഭാഗത്ത് നിന്നു. അതിനുശേഷം രണ്ടുപേരും പെട്ടിയുടെ മൂടിയിലൊന്ന് പിടിച്ചു. അവർ പതുക്കെ ആ മൂടിയൊന്ന് ഉയർത്തി. ആ സമയത്ത് ക്രിസ്റ്റി ആ കാഴ്ച കണ്ടു. ആൻഡ്രിയൻ അതിനകത്ത് കണ്ണുകൾ അടച്ച് കിടക്കുന്ന കാഴ്ച. ശരിക്കും ആ കാഴ്ച കണ്ട ക്രിസ്റ്റിയുടെ ഹൃദയം നിലച്ചതുപോലെയായി. ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ക്രിസ്റ്റി. അതുകൊണ്ട് അച്ഛൻ പെട്ടെന്ന് ആ മൂടി അങ്ങ് അടച്ചു. അച്ഛൻ ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ട് പതുക്കെ പുറത്തേക്ക് നടന്നു. ആ മുറിയുടെ പുറത്തെത്തിയപ്പോഴാണ് ശരിക്കും ക്രിസ്റ്റിക്ക് ശ്വാസം നേരെ വീണത്. ക്രിസ്റ്റി എന്തോ സംസാരിക്കാൻ പോയതും അച്ഛൻ കൈകൊണ്ട് മിണ്ടുന്ന ആംഗ്യം കാണിച്ചിട്ട് ആ വാതിൽ പഴയതുപോലെ അടച്ചു. അതിനുശേഷം അച്ഛൻ ക്രിസ്റ്റിയുമായി ആ ഹാളിലേക്ക് കടന്നു. ഹാള് വഴി നേരെ മുകളിലേക്കും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മിഖേൽ അച്ഛൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, പകൽ സമയത്ത് ഡ്രാക്കുളയ്ക്ക് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അശോ, നമ്മളിപ്പോ വന്ന് കണ്ട കാര്യം ശരിക്കും ഡ്രാക്കുളയ്ക്ക് മനസ്സിലാവൂ? ക്രിസ്റ്റി ചോദിച്ച ചോദ്യത്തില് ഒരുപാട് അർത്ഥമുണ്ട്. ക്രിസ്റ്റി വീട്ടിൽ ചെല്ലുമ്പോൾ ആഡ്രിയൻ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രിസ്റ്റി ഇല്ല. അക്കാര്യത്തിൽ ക്രിസ്റ്റിക്ക് ഇപ്പൊ സംശയമൊന്നുമില്ല. അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അയാൾക്ക് ജീവൻ വരുന്നതിന് സൂര്യൻ അസ്തമിക്കണം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അടുത്ത സൂര്യോദയം വരെ മാത്രമേ അയാൾക്ക് ജീവൻ ഉണ്ടാവൂ. അതും ഈ മരിച്ച ആളുടെ ബോഡിയിൽ മാത്രം. എന്നാൽ അച്ഛനും ക്രിസ്റ്റിക്കും ഒരു കാര്യം ഉറപ്പാണ്, ആഡ്രിയൻ ഇനി ലോണയ്ക്കൊപ്പം കഴിയുന്നത് അപകടകരമാണ്. എന്നാൽ ആ ദിവസം ഇനി ഒന്നും പറ്റില്ല. സന്ധ്യ ആകാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആൻഡ്രിയന്റെ ആ ബോഡിയിൽ കടന്നിരിക്കുന്ന ഡ്രാക്കുളയെ ആ പകല് ഒതുക്കാൻ പറ്റില്ല. അക്കാര്യം ബോധ്യമായതും ക്രിസ്റ്റിയും അച്ഛനും പള്ളിയിലേക്ക് മടങ്ങി. അച്ഛനെ ആ പള്ളിയിലാക്കിയതിനു ശേഷം ഏകദേശം 5 മണിയോട് കൂടിയാണ് ക്രിസ്റ്റി മടങ്ങി വീട്ടിലെത്തിയത്. അവിടെ ലോണയും നദിയും ആ സമയത്ത് ഡൈനിങ് ഹാളിലാണ് ഉള്ളത്. ക്രിസ്റ്റി ചെന്നതും ക്രിസ്റ്റിക്ക് കൂടി അവരൊരു കോഫി തയ്യാറാക്കി. കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്റ്റിയോടായി നദി ചോദിച്ചു, എടാ, നീ ഇന്ന് എവിടെ പോയത്? ഞാൻ ഈ ടൗണിലേക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണുകയും ചെയ്തു. ഏത്, നമ്മുടെ മിഖേൽ അച്ഛനെയും? അതെ, മിഖേൽ അച്ഛനെ. അങ്ങനെ പറഞ്ഞ് ക്രിസ്റ്റി കോഫി കുടിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റു. ആ സമയത്ത് ആ കോഫി കപ്പുകൾ ലോണ കയ്യിലെടുത്തു. അവള് കിച്ചണിലേക്ക് നടക്കുന്ന കണ്ടതും
ക്രിസ്റ്റി നദിയുടെ കൈ പിടിച്ചിട്ട് നദിയോട് പറഞ്ഞു, ഇടി നീ വാ. പെട്ടെന്ന് നദിയും കൊണ്ട് ക്രിസ്റ്റി നടന്ന് ആ പൂന്തോട്ടത്തിലെത്തി. പൂന്തോട്ടത്തിലെ ആ ടേബിളിന്റെ അടുത്തായി എത്തിയ ക്രിസ്റ്റി നദിയെ അടുത്തിരുത്തിയിട്ട് അവളോട് ചോദിച്ചു, ഏയ് നദിയ, നിന്റെ കണ്ണുകളുടെ പ്രത്യേകതയെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ ക്രിസ്റ്റി, അത് ഞാൻ ജനിച്ച അന്ന് മുതൽ കാണുന്നതല്ലേ, എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാര്യം? നദിയ, ഞാൻ ഇനി പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പറയുന്ന കാര്യം ഒരു കാരണവശാലും ഇവിടെ വേറെ ആരും അറിയരുത്. അങ്ങനെ പറഞ്ഞിട്ട് ക്രിസ്റ്റി ആ ബിൽഡിങ്ങിലേക്ക് നോക്കുമ്പോൾ ലോണ അടുക്കള ഭാഗത്ത് നിൽക്കുന്നത് കൃത്യമായി കാണാം. ലോണ ഒന്ന് നോക്കിയിട്ട് ക്രിസ്റ്റി നദിയോട് പറഞ്ഞു, നദിയ, ഞാൻ ആഡ്രിയനെ അന്വേഷിച്ച് പല സ്ഥലത്തും പോയിരുന്നു. ആഡ്രിയന്റെ ജോലി സ്ഥലങ്ങൾ തിരക്കി ചെന്നപ്പോഴാണ് ആ സ്ഥാപനത്തിൽ ഒരു ചീഫ് ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ആർക്കിടെക്റ്റ് ഏകദേശം 1.5 മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടിരുന്നു. ആ ആർക്കിടെക്റ്റിന്റെ ബോഡിയിൽ ഇപ്പോൾ ഉള്ളത് മറ്റൊരാളാണ്. ആ ആളാണ് യഥാർത്ഥത്തിൽ ആഡ്രിയന്റെ ബോഡിയിൽ ഇവിടെ ഉള്ളത്. നിന്നോട് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം, നീ എപ്പോഴെങ്കിലും ആഡ്രിയനെ പകല് ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ? ക്രിസ്റ്റി ആ ചോദ്യം ചോദിച്ചപ്പോൾ നദിയുടെ കണ്ണുകൾ തെറിച്ചു വരികയാണ്. ക്രിസ്റ്റി, നീ പറയുന്നത് ശരിയാണല്ലോ. ആഡ്രിയനെ പകൽ സമയത്ത് ഈ വീട്ടിൽ കണ്ടിട്ടേയില്ല. ഏത് അവധി വന്നാലും ആഡ്രിയന് പണിയുണ്ടാവും. അവൻ അതിരാവിലെ ഇവിടുന്ന് പോവുകയും ചെയ്യും. ഒരിക്കൽ പോലും ആഡ്രിയൻ നമുക്കൊപ്പം ഇവിടെ പകല് നിന്നിട്ടേയില്ല. ക്രിസ്റ്റിയുടെ ചോദ്യങ്ങൾ നദിക്ക് ഇപ്പോൾ കൃത്യമായി ഉൾക്കൊള്ളാൻ പറ്റുകയാണ്. ആഡ്രിയനെ കുറിച്ച് ക്രിസ്റ്റി ആ ചോദ്യങ്ങൾ വഴി ഉണ്ടാക്കിയെടുക്കുന്ന ഇമേജ് ശരിക്കും അമ്പരപ്പിക്കുന്നതും പൊള്ളുന്നതുമാണ്. അവൾ തിരിഞ്ഞ് പുറകിലത്തെ ബിൽഡിങ്ങിലേക്ക് നോക്കി പോവുകയാണ്. അവിടെ അവളുടെ സഹോദരി ലോണയുണ്ട്. അടുക്കള നിൽക്കുന്ന ലോണയൊന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് നദിയ ക്രിസ്റ്റിയോട് ചോദിച്ചു, അല്ല ക്രിസ്റ്റി, ഇപ്പൊ ആരാ ആഡ്രിയന്റെ ബോഡിയിലുള്ളത്? നദിയ, നീ ഭയപ്പെടരുത്. ഇപ്പോ ആഡ്രിയന്റെ ബോഡിയിലുള്ളത് ഡ്രാക്കുളയാണ്. ഡ്രാക്കുളയോ? അതേന്ന്. നീ രാത്രിയിൽ ആ കാഴ്ച കണ്ടതല്ലേ? ലോണയുടെ മുറിയിൽ നിന്ന് ഓവലിന്റെ രൂപത്തിൽ ഒരു ആള് പറന്നു പോകുന്നത്. അത് യഥാർത്ഥത്തിൽ ആഡ്രിയനാണ്. അങ്ങനെ ക്രിസ്റ്റി പറഞ്ഞപ്പോഴാണ് നദിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ഒരു തവണ ലോണ ശരിക്കും അലറി ബഹളം വെച്ചപ്പോൾ അവള് ആ മുറി ചെന്ന് വാതിൽ തട്ടി വിളിച്ചപ്പോൾ ആഡ്രിയൻ അന്ന് പുറത്തുനിന്നാണ് വന്നത്. പുറത്തുനിന്ന് ആഡ്രിയൻ ഞാനും കൂടി വാതിൽ തള്ളി തുറക്കായിരുന്നു ബലം ഉപയോഗിച്ച്. ഇപ്പൊ എനിക്ക് ആ സംശയം ഉറക്കുകയാണ്. അകത്ത് കുറ്റിയിട്ടിരുന്ന മുറിയിൽ നിന്ന് എങ്ങനെ ആഡ്രിയൻ പുറത്തിറങ്ങി? ആഡ്രിയൻ പുറത്തിറങ്ങുമ്പോൾ ലോണയോട് പറഞ്ഞിട്ടാണ് ഇറങ്ങിയെങ്കിൽ ലോണ കുറ്റിയിട്ടെന്ന് പറയാം. പക്ഷെ ലോണ ആഡ്രിയൻ പുറത്തുപോയ കാര്യം അറിഞ്ഞിട്ടില്ല. പിന്നീട് ഞാൻ ലോണോട് ആ കാര്യം ചോദിച്ചായിരുന്നു. പക്ഷേ ഈ സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായപ്പോൾ അത് പിന്നെ ഞാൻ വിട്ടുപോയതാണ്. നദിയോടായി ക്രിസ്റ്റി പറഞ്ഞു, നദിയ, നാളെ പകലോടുകൂടി ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാകും. അങ്ങനെ ക്രിസ്റ്റി പറഞ്ഞതും നദിയ ക്രിസ്റ്റിയോട് ചോദിച്ചു, അല്ല ക്രിസ്റ്റി, അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മളടുത്ത് തന്നെ ഈ ഡ്രാക്കുള വരാൻ എന്താണ് കാരണം? നദിയ, അത് നിന്റെ കണ്ണുകളാണ്. എന്റെ കണ്ണുകളോ? നിന്റെ കണ്ണുകളിൽ ഒരു ചുവന്ന പാടയുണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ? നിന്നെ ശരിക്കും ട്യൂൺ ചെയ്താൽ ഒരു വാമ്പയർ ആക്കാൻ ഡ്രാക്കുളയ്ക്ക് പറ്റും. വാമ്പയർ ആക്കാൻ പറ്റുന്ന ആളുകളെ തേടിയാണ് അവൻ അലയുന്നത്. അവനൊരു പാർട്ട്ണർ വേണം. അത് കേട്ടതും നദിക്ക് ചിരിക്കണോ കരയണോ എന്നറിയാൻ കഴിയാത്ത ഒരു ഭാവമാണ്. ശരിക്കും ഡ്രാക്കുളയുടെ പാർട്ട്ണറാക്കാൻ വേണ്ടി ഡ്രാക്കുള കണ്ടെത്തിയതാണ് തന്നെ എന്നുള്ളത് നദിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അമ്പരപ്പോടെ നദിയ ക്രിസ്റ്റി നോക്കുമ്പോൾ ക്രിസ്റ്റി നദിയോട് പറഞ്ഞു, നദിയ, എന്തായാലും നിനക്ക് സന്തോഷിക്കാലോ. ഡ്രാക്കുളയ്ക്ക് ഈ ഭൂമിയിൽ ആരെ വേണമെങ്കിലും പാർട്ട്ണറാക്കാം. പക്ഷെ അവരെ ഒന്നും പാർട്ട്ണറാക്കാൻ ശ്രമിക്കാതെ നിന്നെയാണല്ലോ കണ്ടെത്തിയത്. ക്രിസ്റ്റി, നീ തമാശ പറയാതെ. നദിയ അവ പറഞ്ഞ കാര്യം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും അവൾക്ക് അങ്ങനെയപ്പോൾ മറുപടി പറയാൻ പറ്റും. പെട്ടെന്ന് അവിടേക്ക് ലോണ നടന്നു വരുന്ന കണ്ടു. ലോണ അങ്ങോട്ട് നടന്നു വരുന്ന കണ്ടതും നദിയോടായി ക്രിസ്റ്റി പറഞ്ഞു, നദിയ, അടുത്ത വരുന്നത് കറുത്ത പാവാണ്. കറുത്ത പാവ് ദിവസത്തിന് മുമ്പ് ഇവനെ തളച്ചില്ലെങ്കിൽ ഇവൻ ശരിക്കും നമ്മുടെ പിടിയിൽ നിന്ന് വിട്ടുപോകും. ചിലപ്പോൾ നിന്നെ നഷ്ടമാകും. നദിക്ക് ക്രിസ്റ്റി പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. നദിയ അനുകൂല ഭാവത്തോടെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും ലോണ അടുത്തെത്തി കഴിഞ്ഞു. നദിയ, നീ പാത്രത്തിൽ കഴുകാൻ നിൽക്കാതെ ഇങ്ങനെ പോകുന്നല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് ലോണ അവരുടെ അടുത്തിരിക്കുമ്പോൾ ലോണോടായി ക്രിസ്റ്റി ചോദിച്ചു, ലോണ, ആഡ്രിയൻ എങ്ങനെയുണ്ട്? ഹസ്ബൻഡ് എന്ന നിലയിൽ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ജീവിതമൊക്കെ? ആഡ്രിയൻ ആള് നല്ല രസമല്ലേ? എനിക്ക് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരും. പക്ഷേ കഥകൾ കേട്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോവും. ലോണ പറഞ്ഞ മറുപടിക്കകത്ത് എല്ലാം ഉണ്ട്. ലോണ ആ ബെഡ്റൂമിൽ കയറി അധിക സമയം കഴിയുമ്പോൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴും. ലോണ ഉറങ്ങിക്കഴിഞ്ഞുവെന്ന് ഉറപ്പാവുന്നതും ഡ്രാക്കുള ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കും. അതിനു മുമ്പായി അവളുടെ രക്തം കുടിക്കുകയും ചെയ്യും. കുറേശ്ശെ അവളുടെ രക്തം ഊറ്റിയെടുക്കുന്നത് തന്നെ ഒരു ലക്ഷ്യത്തോടെയാണ്. അയാളുടെ ലക്ഷ്യം നദിയാണ്. ലോണയുടെ ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റിയെടുത്ത് ലോണ മരണത്തെ പ്രാപിക്കുമ്പോൾ നദിയ ഒറ്റയ്ക്കായി പോകുന്ന നദിക്ക് ഒരു കമ്പനിയായി ആഡ്രിയൻ ഉണ്ടാവും. അയാളുടെ കാൽക്കുലേഷനിടയിലേക്കാണ് ശരിക്കും ക്രിസ്റ്റി വന്ന് കയറിയത്.
അവൻ ഈ സമയത്ത് ഇവിടെ ഈ റൊമാനിയയിൽ എത്തിച്ചേരുമെന്ന് ആഡ്രിയൻ തീരെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നില്ല. പെട്ടെന്ന് എന്താ ആലോചിച്ച പോലെ ലോണ ക്രിസ്റ്റിയോട് ചോദിച്ചു, അല്ല ക്രിസ്റ്റി, നീ എന്തിനാ അങ്ങനെ ചോദിച്ചത്? ഏയ്, നീ സന്തോഷത്തോടെ കഴിയുന്നുണ്ടോന്ന് അറിയാൻ ചോദിച്ചതാണ്. സന്തോഷത്തിനൊരു കുഴപ്പമില്ല. അങ്ങനെ ലോണ പറയുമ്പോഴേക്കും അവിടേക്ക് ആഡ്രിയന്റെ വാഹനമെത്തി. അപ്പോഴേക്കും സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്. അവർ 3 പേരും അവിടെ ഗാർഡനിൽ ഇരിക്കുന്ന കണ്ടതും വാഹനം നിർത്തിയ ആഡ്രിയനും അവരടുത്തേക്ക് വന്നു. അയാള് അവിടെയുള്ള കസേരയിൽ, ക്രിസ്റ്റി, ഇന്ന് നീ എവിടേക്ക് പോയിടാ? അങ്ങനെ ആഡ്രിയൻ ചോദിക്കുമ്പോൾ ക്രിസ്റ്റിയുടെ ഹൃദയം പടപടാ ഇടിക്കുകയാണ്. അതേ അവസ്ഥ തന്നെയാണ് നദിയയ്ക്കും. ഇന്നലെ വരെ അവൾ അറിഞ്ഞ ആഡ്രിയൻ അല്ല ഇപ്പോ അവളുടെ അടുത്തിരിക്കുന്നത്. പതർച്ച പുറത്തു കാണിക്കാതെ ക്രിസ്റ്റി പറഞ്ഞു, ആഡ്രിയൻ, ഇന്ന് എനിക്ക് ഒത്തിരി പണിയുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ ആ ബാൻഡിന്റെ കാര്യം. അവർക്ക് കുറച്ച് ഓർഡർ പിടിക്കാൻ വേണ്ടി ടൗണിലൊക്കെ ഒന്ന് കറങ്ങി. എന്തായാലും അവർ കുറെ നേരം പല കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡൈനിങ് ടേബിൾ ഒന്നിച്ചു കൂടുകയും ചെയ്തു. അന്ന് ഭക്ഷണം കഴിക്കാനിരുന്ന് അല്പം കഴിഞ്ഞതും ആഡ്രിയൻ ചാടി എണീറ്റു. ആഡ്രിയൻ വാഷ് ബേസിന് അടുത്തേക്കാണ് ഓടിപ്പോയത്. എന്തുപറ്റി ആഡ്രിയൻ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ക്രിസ്റ്റി അയാളുടെ പുറകെ ചെന്നതും ആഡ്രിയൻ ക്രിസ്റ്റിയോട് പറഞ്ഞു, എനിക്ക് ഈ വെളുത്തുള്ളിയുടെ ഗന്ധം അങ്ങോട്ട് പിടിക്കത്തില്ല. അങ്ങനെ ആഡ്രിയൻ പറഞ്ഞപ്പോൾ ക്രിസ്റ്റി തിരിഞ്ഞ് നദിയെ നോക്കി. നദിയുടെ കണ്ണുകളിൽ ഒരു കുസൃതി കലർന്ന പുഞ്ചിരിയുണ്ട്. അന്ന് ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ മനഃപൂർവ്വം അവൾ കുറച്ച് വെളുത്തുള്ളി കൂട്ടിയിരുന്നു. എല്ലാ ഭക്ഷണത്തിനും വെളുത്തുള്ളി ആയതും ആഡ്രിയന് അതങ്ങോട്ട് ടേസ്റ്റ് ആയില്ല. അതുകൊണ്ട് തന്നെ ആഡ്രിയന്റെ അന്നത്തെ രാത്രി ഭക്ഷണം അങ്ങനെ അവസാനിച്ചു. ആഡ്രിയൻ ബെഡ്റൂമിലേക്ക് മടങ്ങി. തൊട്ടുപുറകെ ലോണയും പോയി. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും ഡൈനിങ് ഹാളിൽ നദിയും ക്രിസ്റ്റിയും മാത്രമാണുള്ളത്. നദിയ ക്രിസ്റ്റിയോട് പറഞ്ഞു, ക്രിസ്റ്റി, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. എനിക്ക് മനസ്സിലായി. ക്രിസ്റ്റി, നമ്മൾ ഇനി എന്ത് ചെയ്യും? ലോണയ്ക്ക് കുഴപ്പമോന് വരുമോ? ലോണയ്ക്ക് ഈ രാത്രിയിൽ എന്തായാലും കുഴപ്പം വരില്ല. അവൻ ലോണെ അമാവാസ്യ വരെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. ആ രാത്രിയിൽ അവർ രണ്ടുപേരും അവരുടെ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ അവർ വ്യക്തമായും ആ വവ്വാലിന്റെ ചിറകുടി ഒച്ച കേൾക്കുകയും ചെയ്തു. രണ്ടുപേർക്കും അറിയാം എന്താണ് സംഭവിക്കുന്നത്. ആ രാത്രിയിൽ ആഡ്രിയൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആഡ്രിയൻ ഉറപ്പായും അവരുടെ മുറികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അന്ന് രാത്രി ഒന്നും സംഭവിച്ചില്ല. നേരം പുലർന്ന് അവര് എണീറ്റ് വരുമ്പോഴേക്കും ആഡ്രിയൻ അവിടുന്ന് പോയി കഴിഞ്ഞു. അന്ന് ഏകദേശം ഒരു 9 മണിയായപ്പോൾ നദിയ ലോണയോട് പറഞ്ഞു, ലോണ, നീ ഈ പകല് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണേ. ഞാൻ ക്രിസ്റ്റിക്കൊപ്പം ഒന്ന് പുറത്തു പോവുകയാണ്. നദി, നീ എവിടെ പോകുന്ന? ഞാൻ ഈ ക്രിസ്റ്റിയുടെ ആ ബാൻഡ് ഒന്ന് കാണാൻ പോവുകയാണ്. പറ്റുമെങ്കിൽ ഞാനും അവന് വേണ്ടി ഒരു പാട്ട് എഴുതും. അതിന് എനിക്ക് അവന്റെ ടീമിനെ ഒന്ന് കാണണം. അങ്ങനെ പറഞ്ഞിട്ട് നദിയും ക്രിസ്റ്റിയും കൂടി അവിടെ നിന്ന് ഇറങ്ങി. അവർ നേരെ പോയത് പള്ളിയിലേക്കാണ്. അച്ഛൻ അവർ കാത്തു നിൽക്കുകയാണ്. അച്ഛന്റെ മുറിയിലേക്ക് കയറിയ ആ മൂവർ സംഘം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ കുറേയേറെ സാധനങ്ങൾ നദിയും ക്രിസ്റ്റിയും ചേർന്ന് ഉടൻ തന്നെ വാങ്ങിച്ചു. എല്ലാ പ്രിപ്പറേഷൻസ് പൂർത്തീകരിച്ചു കഴിഞ്ഞതും ആ സംഘം അവിടെ നിന്ന് നേരെ നോർത്തിലേക്ക് തിരിച്ചു. അവിടെ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് അവരുടെ വാഹനം എത്തുമ്പോൾ ദൂരെ നിന്നേ നദിയ ആൻഡ്രിയന്റെ ആ ചുവന്ന നിറത്തിലെ ബീറ്റിൽ വണ്ടി കണ്ടു. അതിനടുത്തായി അവരുടെ വാഹനം പാർക്ക് ചെയ്തു. അതേ സമയം കഴിയുമ്പോൾ അവര് ആ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കയറി അതുവഴി ഹാളിലേക്കും ഹാളിൽ നിന്ന് താഴേക്കും ഇറങ്ങി അവിടെയുള്ള ആ മുറികളിൽ ഒന്നിലേക്ക് കടക്കുമ്പോൾ നദിയ അത് കണ്ടു. ശവപ്പെട്ടിയിൽ നിരത്തി അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ച. അച്ഛനും ക്രിസ്റ്റിയും നദിയും കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ അവിടെയാണ് ഇനി ഉപയോഗിക്കേണ്ടത്. ഏതാനും സെക്കൻഡുകൾക്കകം അച്ഛനും ക്രിസ്റ്റിയും ചേർന്ന് അവിടെയുള്ള ആ പൊടി കുറഞ്ഞ ശവപ്പെട്ടിയുടെ ആ മേൽമൂടി ഒന്ന് മാറ്റി. ശരിക്കും അതിനകത്തേക്ക് നോക്കിയ നദിയുടെ ദേഹത്ത് അതിശക്തമായ ഒരു വിറയലുണ്ടാവുകയാണ്. അവൾ അലറി വിളിച്ചില്ലെന്നേ ഉള്ളൂ. സുമുഖനായ ആഡ്രിയൻ അങ്ങനെ കണ്ണുകൾ അടച്ച് അവിടെ ആ പെട്ടിക്കകത്ത് ഉറങ്ങുകയാണ്. ആ കാഴ്ചയിലേക്ക് നോക്കിയ അച്ഛൻ ക്രിസ്റ്റിയും നദിയും മാറ്റി നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, ഇനിയാണ് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ആരംഭിക്കാൻ. അച്ഛൻ തീരുമാനിച്ചുറച്ചാണ് അങ്ങനെ പറഞ്ഞത്. ഡ്രാക്കുള നേരത്തെ ഒരു തവണ എല്ലാ ചടങ്ങുകളും നടത്തി അവസാനിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും പുനർജനിച്ചു. ഇനി അത് സംഭവിക്കാതിരിക്കണം എന്നുള്ളതാണ് അച്ഛന്റെ കാൽക്കുലേഷൻ. അച്ഛൻ മരക്കുരിശുകൾ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആ മരക്കുരിശുകൾ ഡ്രാക്കുളയുടെ ബോഡിയിൽ 3 സ്ഥലത്തായി തറച്ചു കയറ്റണം. അതാണ് പ്രധാന ജോലി. അതിന് മുന്നോടിയായി വെളുത്തുള്ള അരികൾ ആ ശവപ്പെട്ടിക്ക് ചുറ്റുമായി വിതരണം. അതോടൊപ്പം ശവപ്പെട്ടിക്ക് അകത്തും ആ ബോഡിക്ക് ചുറ്റുമായി വെളുത്തുള്ളി അരികൾ ഒരു വലയം തീർത്തതിന് ശേഷം മാത്രമേ അവർക്ക് ആ ബോഡിയിലേക്ക് കുരിശ് കയറ്റാൻ പറ്റൂ. അതോടൊപ്പം ആ ബോഡി കിടക്കുന്ന പെട്ടിക്ക് മുകളിലായി കുരിശുമാല ചാർത്തുകയും വേണം. അച്ഛൻ വാഹനത്തിൽ ഇരിക്കുമ്പോൾ പറഞ്ഞ അതേ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയായിരുന്നു. ഉടൻ തന്നെ അവര് ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. നദിയ അവളെ ഏൽപ്പിച്ചിരിക്കുന്ന ബാഗിൽ നിന്ന് ആ വെളുത്തുള്ളി അരികൾ പുറത്തെടുത്തു. അതിനെ അവള് ആ ശവപ്പെട്ടിയുടെ ചുറ്റുമായി കുറേശ്ശെ വിതറി. ഒരു വലയം ആ ശവപ്പെട്ടിക്ക് ചുറ്റുമുണ്ടായതും അച്ഛൻ നദിയോട്
പെട്ടിക്കകത്ത് അതുപോലെ ഒരു വലയം ഉണ്ടാക്കാൻ പറഞ്ഞു. നദിയും ക്രിസ്ത്യൻ ചേർന്ന് അകത്തും വളരെ ശ്രദ്ധിച്ച് ആ വലയം ഉണ്ടാക്കി. അകത്ത് കിടക്കുന്ന ആഡ്രിയന്റെ മുഖത്ത് സ്വാഭാവികമായിട്ടും ഈ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും നോക്കാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോ 2 വലയമുണ്ട്, പെട്ടിക്ക് പുറത്തും പെട്ടിക്ക് അകത്തും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം ചെയ്യേണ്ടത്. ആ ബോഡിയിൽ 3 കുരിശുകൾ ഒരേ സമയത്ത് അടിച്ച് കയറ്റണം. പ്രധാന കുരിശ് തറയ്ക്കേണ്ടത് നദിയാണ്. നദിയുമായിട്ടാണ് ശരിക്കും ഡ്രാക്കുളയ്ക്ക് അടുപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രധാന കുരിശുമായി അവള് ആഡ്രിയന്റെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്നു. ഹൃദയത്തിന്റെ ഭാഗത്ത് നദിയും തലയുടെ ഭാഗത്ത് അച്ഛനും പൊക്കിളിന്റെ ഭാഗത്തായി ക്രിസ്റ്റിയുമാണ് നിൽക്കുന്നത്. ആ 3 ഭാഗത്തുമാണ് അവര് ആ മരക്കുരിശ് അടിച്ചു താക്കേണ്ടത്. 3 പേരുടെ കയ്യിൽ ആ മരക്കുരിശ് അടിക്കാനുള്ള ആ ചുറ്റികളും ഉണ്ട്. ആ മരക്കുരിശ് 3 പേരും ആ ബോഡിയുടെ ആ ഭാഗങ്ങളിലായി ഉറപ്പിച്ചു. 3 പേരും ഒന്ന് പരസ്പരം നോക്കി. അച്ഛൻ അവരുടെ 2 പേരോടായി പറഞ്ഞു, ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുരിശ് അടിച്ചു താക്കേണ്ടത് നദിയാണ്. നദിയ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ച ആ കുരിശിലേക്ക് തന്റെ കയ്യിലെ ആ ചുറ്റുകൊണ്ട് ആഞ്ഞൊരൊറ്റയിടി. ആ സമയത്ത് തന്നെ പൊക്കിളിലേക്ക് ചൂണ്ടിയിരുന്ന ആ കുരിശ് ക്രിസ്റ്റിയും കണ്ണിലേക്ക് ചൂണ്ടിരുന്ന കുരിശ് അച്ഛനും ആഞ്ഞടിച്ചു. 3 കുരിശുകളും ഒരേ സമയത്ത് ആ ബോഡിയിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങുകയാണ്. ആ ബോഡിയിലേക്ക് ആ കുരിശ് ഇങ്ങനെ താഴ്ന്നിറങ്ങുമ്പോൾ ആ ബോഡി ഒന്ന് പിടയുമ്പോൾ വിരണ്ടു പോയത് നദിയാണ്. ഇപ്പോൾ നദിയെ കാണുന്നത് ഡ്രാക്കുളയല്ല, അവൾ കാണുന്നത് അവളുടെ ചേച്ചി ലോണയുടെ ഹസ്ബൻഡിനെയാണ്. അവളത് പതറിയത് മനസ്സിലായതും അച്ഛൻ നദിയുടെ പുറത്തു തട്ടി. നദിയ, അച്ഛൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ശരിക്കും നദിയ ആ കുരിശ് അവിടെ ഇട്ടിട്ട് ഓടിപ്പോയനെ. പക്ഷെ ആ നിമിഷത്തിൽ ക്രിസ്റ്റിയും അച്ഛനും ആ കുരിശ് അടിച്ച് കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. നദിയും അത് കണ്ടതും ധൈര്യപൂർവ്വം ആ കുരിശിലേക്ക് ആഞ്ഞടി തുടങ്ങി. ഏകദേശം 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മരക്കുരിശിന്റെ ആ കുരിശ് ഭാഗം മാത്രം മുകളിലെത്തി. ബാക്കി ഭാഗം ബോഡി കൂടെ തുളച്ച് പെട്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. അത്ര ശക്തമായിട്ടാണ് അവർ 3 പേരും ആ ബോഡിയിൽ ആ കുരിശുകൾ അടിച്ച് താഴ്ത്തിയത്. ആ വരിയായിരിക്കുന്ന ആ കുരിശിലേക്ക് നോക്കിയിട്ട് അച്ഛൻ ബാക്കിയുള്ള വെളുത്തുള്ളി ആ ബോഡിയിലേക്ക് ഇടാനായി നദിയോട് പറഞ്ഞു. നദിയും ക്രിസ്ത്യൻ ചേർന്ന് ഡ്രാക്കുളയുടെ പാദം മുതൽ തലവരെയുള്ള ഭാഗത്തേക്ക് പതുക്കെ പതുക്കെ അങ്ങനെ ആ വെളുത്തുള്ളി ഇട്ടു തുടങ്ങി. ആ പെട്ടി അടച്ച ആ സംഘം അതിനുശേഷം അതിന്റെ പുറത്ത് അതിശക്തമായ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചതിനു ശേഷം പെട്ടി അവര് വന്ന വണ്ടിയിലേക്ക് എടുത്തു കയറ്റി. ആ ചുവന്ന ബീറ്റിൽ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. ക്രിസ്റ്റി ചുവന്ന ബീറ്റിലെടുത്തപ്പോൾ നദിയ ക്രിസ്റ്റിയുടെ കാർ എടുത്തു. ആ 2 വാഹനങ്ങളുമായി ആ സംഘം അവിടെ നിന്ന് നേരെ പോയത് കരിങ്കടലിലേക്കാണ്. ബ്ലാക്ക് സീയുടെ റൊമേനിയയുടെ ഭാഗത്ത് ചില സ്ഥലത്ത് മലകളുണ്ട്. അത്തരത്തിലുള്ള സ്ഥലത്തേക്കാണ് അവരുടെ വാഹനം എത്തിച്ചത്. അവിടെ എത്തിയതും ആ വാഹനത്തിൽ നിന്ന് ആ പെട്ടി ഇറക്കി വെച്ചു. ഭാഗ്യത്തിന് അവിടെ ആളില്ലാത്ത ഒരു ഏരിയയാണ്. ആ മലയുടെ മുകളിൽ നിന്ന് അച്ഛനും ക്രിസ്ത്യൻ നദിയും ചേർന്ന് ആ പെട്ടി ഒന്ന് ഉലാത്തിയതിനു ശേഷം എടുത്ത് കടലിലേക്ക് ഒരു ഒറ്റ എറി. കടലിലേക്ക് ആ പെട്ടി വലിച്ചെറിയുമ്പോൾ അച്ഛന്റെയും ക്രിസ്റ്റിയുടെയും നദിയുടെ മുഖത്ത് വല്ലാത്തൊരു ആശ്വാസമായി. ഇപ്പോഴും ഒരു ചോദ്യം അവരുടെ ഉള്ളിലുണ്ട്. ഭർത്താവായ ആഡ്രിയനെ കാണാനില്ല എന്നുള്ള കാര്യം എന്തായാലും ആ രാത്രി തന്നെ ലോണ അറിയും. ഡ്രാക്കുളയുമായി ബന്ധിപ്പിച്ച കാര്യങ്ങളൊക്കെ ലോണയോട് എങ്ങനെ പറഞ്ഞ് ധരിപ്പിക്കും എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് പള്ളിയിലേക്ക് മടങ്ങുമ്പോൾ നദിയുടെ മനസ്സിനെ അലട്ടുന്നുണ്ട്. നദിയ അങ്ങനെ വിഷമിക്കുമ്പോൾ ക്രിസ്റ്റി വേറൊരു പ്രശ്നത്തിലാണ്. ക്രിസ്റ്റിയുടെ കയ്യിലാണ് ഇപ്പോൾ ആ ബീറ്റിൽ കാറുള്ളത്. ആ കാറുമായി ക്രിസ്റ്റി ഇപ്പോൾ വീട്ടിലേക്ക് ചെന്നാൽ സ്വാഭാവികമായിട്ട് ക്രിസ്റ്റിയോട് ലോണ കാര്യങ്ങൾ തിരക്കും. അതിന് യുക്തിഭദ്രമായ ഒരു മറുപടി പറയണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് 2 കാറുകളിലായി അവര് വീട്ടിലേക്ക് മടങ്ങിയത്. വീട്ടിലെത്തിയതും ലോണ സ്വാഭാവികമായിട്ടും അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആഡ്രിയന്റെ കാർ ഓടിച്ചുകൊണ്ട് ക്രിസ്റ്റിയാണല്ലോ വന്നിരിക്കുന്നത്. ഹേയ് ക്രിസ്റ്റി, ആഡ്രിയൻ ഇവിടെ? ആ ലോണ, ആഡ്രിയൻ ഒരു ടൂർ പോയിരിക്കുകയാണ്. അവൻ കാർ എന്നെ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് കൺസ്ട്രക്ഷൻ ആവശ്യത്തിന് വേണ്ടി ദൂര സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. 2 ദിവസത്തിനെ കോണ്ടാക്ട് ചെയ്യില്ലെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവൻ എന്നോടൊന്ന് വിളിച്ചു പറയേണ്ടതാണ്. നിന്നോട് എന്തായാലും പറയും. അങ്ങനെ പറഞ്ഞ ആ വിഷയം താൽക്കാലികമായി അവരവിടെ സ്റ്റോപ്പ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞിട്ടും ആഡ്രിയൻ തന്നെ കോണ്ടാക്ട് ചെയ്ത് വന്നപ്പോൾ ലോണ ശരിക്കും അസ്വസ്ഥയായി. ആ സമയം മുതൽ പതുക്കെ പതുക്കെ നദിയും ക്രിസ്റ്റിയും മെഹീല അച്ഛനും ചേർന്ന് ലോണയോട് കഥകൾ പറഞ്ഞു തുടങ്ങി. ആദ്യമൊക്കെ ആ കഥകൾ വിശ്വസിക്കാൻ ലോണയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവിടെ പക്ഷെ അവര് ആ കോട്ടയെ കൊണ്ടുപോയി അവിടുത്തെ ശവപ്പെട്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ച് ആ ശവപ്പെട്ടി വലിച്ചെറിഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണിച്ച് പതുക്കെ പതുക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും ലോണ ആ കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഏകദേശം 2 മാസം എടുത്തു എന്ന് പറയാം. അപ്പോഴാണ് ബൾഗേറിയയിൽ ഒരു കടൽ തീരത്ത് ഒരു ശവപ്പെട്ടി നമ്മൾ കാണുന്നത്. ആ ശവപ്പെട്ടിയുടെ മൂടി തുറന്നു കിടക്കുകയാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 50 അടി മാറി ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ആ സുന്ദരിയുടെ അടുത്ത് നടന്നെത്തിയ ചെറുപ്പക്കാരൻ
ആ സുന്ദരിയോട് ചോദിച്ചു, ഹലോ എന്താ പേര്? എൻ്റെ പേര് ഇവാങ്ക എന്നാണ്. ആട്ടെ, താങ്കളുടെ പേരെന്താണ്? എൻ്റെ പേര് യോർധാൻ എന്നാണ്. ഞാനിവിടെ റെസ്റ്റോറൻറ്റ് നടത്തുകയാണ്. അങ്ങനെ പറയുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകളിൽ കുസൃതി കലർന്ന ഒരു പുഞ്ചിരിയുണ്ട്. ശരിക്കും ആ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ആ പെൺകുട്ടി അറിയാതെ ചിരിച്ചു പോവുകയാണ്. ആ മുഖത്തെ പുഞ്ചിരി ശ്രദ്ധിച്ച് ആ ചെറുപ്പക്കാരൻ അവിടുന്ന് നടന്നു മാറുമ്പോൾ അവളോട് പറഞ്ഞു, നമുക്ക് വീണ്ടും കാണാം. ഡ്രാക്കുളയുടെ പ്രയാണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ കഥ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് ശ്രീബാലയാണ്. കഥ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത് BS ചന്ദ്രമോഹൻ. ഈ കഥ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഈ കഥാവേദി ഇതുപോലുള്ള കഥകളുമായി ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേയിരിക്കും. കമന്റിൽ ചെയ്യുക. താങ്ക് യു.